എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ തുടർന്നു വരുന്ന വെബ് പരമ്പരയുടെ 1426 ദിവസം. ഇന്ന് നമുക്ക് മലയാളം സെഷനിൽ ഒരു ക്ലാസ് ആണ്. നമുക്ക് ക്ലാസ് എടുക്കാനായി എത്തിയിരിക്കുന്നത് ഡോക്ടർ സാദത്ത് സൈഡ് സാറാണ്. ഇതിനകം സ്കിൻ കംപ്ലൈന്റിനെ കുറിച്ച് നമുക്ക് പല ക്ലാസ്സുകളും സാർ എടുത്തു കഴിഞ്ഞു. എന്നാലും എല്ലാ ഡോക്ടേഴ്സിനും ദിവസവും മുഖത്ത് കറുത്തപാട്, മുഖക്കുരു വന്നിട്ട് കറുത്തപാട്, പിന്നെ എന്താണ് മെൻസസ് നിന്ന ശേഷം എന്താണ് PCOD വന്നതിന് ശേഷം കഴുത്തിലെല്ലാം കറുത്തപാട്, അങ്ങനെ ചൊറിഞ്ഞു പൊട്ടി കൈകളിലെല്ലാം കറുത്തപാടുകൾ വരുന്നു. അങ്ങനെ നമ്മളെ ദിവസവും നമുക്ക് ഇതുപോലെ സ്കിൻ കംപ്ലൈന്റുകൾ ധാരാളം നമ്മുടെ ക്ലിനിക്കുകളിൽ എത്തുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ കുറെ നമുക്ക് അത് പ്രയോജനം ചെയ്തു. ഇന്നും അതുപോലെ സ്കിൻ കംപ്ലൈന്റുകൾ നമുക്കൊരു തലവേദനയാണ് എപ്പോഴും. അപ്പോൾ അതിന് ഒരു പരിഹാരം ഇന്നത്തെ ക്ലാസ്സും പല ക്ലാസ്സുകളും കൊണ്ട് നമുക്ക് കിട്ടും. ഇന്നത്തെ ക്ലാസ്സിലും അങ്ങനെ തന്നെ നല്ലൊരു ക്ലാസ് ആയിരിക്കും. അതുകൊണ്ട് ഇന്നത്തെ ഈ ക്ലാസ് ശ്രവിക്കുന്നതിന് വേണ്ടി സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാനീയരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ക്ലാസ് എടുക്കുവാനായി എത്തിയിട്ടുള്ള ഡോക്ടർ സാദത്ത് സാറിനെയും ഞാൻ വളരെ ആദരപൂർവ്വം സ്നേഹപൂർവ്വം ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥനയ്ക്ക് ശേഷം ക്ലാസ് തുടങ്ങാം. നന്ദി. നമുക്ക് ക്ലാസ് തുടങ്ങാം. ഡോക്ടർ IFPH ഡോക്ടർ എല്ലാവർക്കും എന്നെ നന്ദി അറിയിക്കുന്നു. കാരണം വെച്ചാൽ കുറെ കാലങ്ങളായിട്ട് IFPH ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇന്ന് 1427ാമത് സെഷനാണ്. അത് ഞായറാഴ്ച. സാധാരണ ഞായറാഴ്ച കിട്ടാറില്ല ക്ലാസ്സുകൾ, പക്ഷെ ഇന്ന് ഞായറാഴ്ച നമുക്ക് നോക്കാം. ഇന്നത്തെ സെഷൻ മുഴുവൻ നമുക്ക് തന്നിട്ടുള്ളത് സ്കിന്നിനാണ്. ഇന്ന് നമുക്ക് സ്കിൻ കംപ്ലൈൻസിലോട്ട് പോവാം. അന്ന് ഞാൻ ഒരു പരിധി വരെ എടുത്തത് കോസ്മെറ്റിക് എഫക്ട് ഓഫ് ഹോമിയോപ്പതി, കോസ്മെറ്റിക് ആൻഡ് ഹോമിയോപ്പതി ഇതാണ്. നമുക്ക് ശരിയായ സ്കിൻ കംപ്ലൈന്റിലോട്ട് തന്നെ പോവാം എന്നാണ് വിചാരിക്കുന്നത്. നമ്മുടെ ക്ലിനിക്കിലൊക്കെ സാധാരണ കാണുന്ന സ്കിൻ കംപ്ലൈന്റ്സ് കാണാമോ ഡോക്ടറെ? കാണാമല്ലോ. ഓക്കെ. ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞിട്ട് തുടങ്ങാന്ന് വെച്ചു. കൊബാൾട്ടം മെറ്റിനെ കുറിച്ച് അവിടെ എവിടെയൊക്കെ ആയിട്ട് കുറച്ച് ഓരോ ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നു. നമ്മുടെ ജയറാം സാറ് പണ്ട് പറഞ്ഞിരുന്നു എന്നൊക്കെ പറഞ്ഞ് കുറെ വോയിസ് നമ്മുടെ പ്രസാദ് ഡോക്ടറുടെ വോയിസ് അങ്ങനെ കിടന്ന് കളിക്കുന്നുണ്ട്. ഡോക്ടർ വേറെ ഏതോ ഗ്രൂപ്പിൽ പറഞ്ഞതാണ്, പക്ഷെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ അന്ന് കൊബാൾട്ടമെറ്റ് എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് ഏറ്റവും കൂടുതൽ കോക്സിജിയൽ പെയിന് ഓൾമോസ്റ്റ് സ്പെസിഫിക് ആയിട്ട് വേറെ ഒരു മെഡിസിനും എൻ്റെ മനസ്സിലോ ഇന്ന് വരെ കിട്ടിയിട്ടില്ല. ഇന്ന് ഞാൻ ആ കൊബാൾട്ടമെറ്റിന്റെ സ്കിന്നും കൂടി നമുക്ക് അറിയാം. അതും കൂടി എൻ്റെ പേരിൽ ഇരിക്കട്ടെ. നാട്ടുകാർ കൊണ്ടുപോകണ്ട, കൊബാൾട്ടമെറ്റ് മുഴുവനായിട്ട് നമ്മൾ തന്നെ ഇരിക്കട്ടെ. കൊബാൾട്ടമെറ്റിന്റെ ആദ്യം അതുപോലെ തന്നെയാണ്. കൊബാൾട്ടമെറ്റിന്റെ നമ്മൾ സാധാരണ സ്കിന്നിൽ ഉപയോഗിക്കാത്തൊരു സാധനമാണ്. ഇവിടെ കുറച്ച് ദിവസം മുമ്പാണ് ഞാൻ കുറച്ച് നാള് മുമ്പ്, ഏകദേശം ഒരു 1-2 കൊല്ലം മുമ്പാണ് ഇതുപോലെ ആക്സിഡന്റലി ഒന്നും കൂടി കൊബാൾട്ടമെറ്റ് വായിക്കാനിടയിൽ വന്നപ്പോൾ സ്കിന്നിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായത്. ആ സ്കിന്നില് കൊബാൾട്ടമെറ്റിന്റെ സ്കിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിന്റെ അറ്റങ്ങൾ, നമ്മുടെ എഡ്ജസ്, അതുപോലെ ഈ സ്കാൽപ്പ് ഇച്ചിങ്, ഭയങ്കര ഇച്ചിങ് ആണ്. അതിന് ഇച്ചിങ് കൂടുതലുള്ള കേസുകളിലേക്ക് നമുക്ക് കൂടുതൽ കൊടുക്കാൻ പറ്റുന്ന ഒരു മെഡിസിനിലൊന്നാണ് കൊബാൾട്ടമെറ്റ്. ഓക്കെ. സ്കാൽപ്പ് എക്സിമ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വരുമല്ലോ. അപ്പൊ സ്കാൽപ്പ് എക്സിമയിൽ ഇച്ചിങ് ആണ് കൂടുതലെങ്കിൽ നമുക്ക് ആലോചിക്കാവുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിനിലൊന്നാണ്
കൊബാൾട്ടമെറ്റ് ഒക്കെ നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത മെഡിസിനുകളാണ്. പക്ഷെ അതൊന്ന് ഉപയോഗിച്ച് നോക്കുക. കോക്സീഡിയ അല്ലെങ്കിൽ കോക്സിജിയൽ പെയിൻസിന് ഹോമിയോപ്പതിക് മെഡിസിൻ ആയിട്ട് നമ്മുടെ കൊബാൾട്ടമെറ്റ് ജയറാം സാർ മുതൽ 10-25 കൊല്ലമായിട്ട് ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നു. പ്രസാദ് ഡോക്ടർ കൊടുത്തുകൊണ്ട് ഇപ്പൊ പ്രസാദ് ഡോക്ടറുടെ ഒരു ഇത് വന്നിരുന്നു. ജയറാം സാറൊക്കെ പണ്ട് നമ്മളെ ഞാനൊക്കെ IHKയിലോ അല്ലെങ്കിൽ ഹോമിയോപ്പതി ഫീൽഡിൽ തന്നെ എന്നെ റെക്കഗ്നൈസ് ചെയ്ത ഒരു സന്ദർഭമാണ്. നമ്മളൊക്കെ ഇത്രയും വലിയ സെമിനാറിന് 700-800 പേരൊക്കെ ഇരിക്കുന്ന സെമിനാറിൽ ഞാനൊരു മരുന്നിനെ കുറിച്ച് പണ്ടെങ്കോ ഞങ്ങൾ മതിൽമചാരി എന്നിട്ട് കഥ പറഞ്ഞപ്പോൾ ജയറാം സാറിന് പറഞ്ഞൊരു പേടിച്ചിട്ട് പറഞ്ഞു കൊടുത്തതാണ്. സാറേ ഇതിന് 2-3 കേസ് കൊടുത്തിട്ട് നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ജയറാം സാറിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെന്ത് പറഞ്ഞാലും അത് കൊടുത്തു നോക്കും. ഒരു 300-400 പേഷ്യന്റിന് കൊടുത്തിട്ട് റിസൾട്ട് കിട്ടിയിട്ട് എന്നിട്ടാണ് ഞങ്ങളെ വിളിച്ച് പറയണത് സാദത്ത് നല്ലൊരു കേസാണ്, നല്ലൊരു മെഡിസിൻ ആണ്, ഞാൻ ഇതുവരെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, ഇപ്പൊ സാദത്ത് പറഞ്ഞുകൊണ്ട് കൊടുത്തു. അത് ഓപ്പൺ ആയിട്ട് IHKയുടെ സ്റ്റേറ്റ് സെമിനാറുകളിൽ ഓപ്പൺ ആയിട്ട് എന്നെ വിളിച്ച് നിർത്തി പറഞ്ഞൊരു മെഡിസിൻ കൂടിയാണ് അത്. ആ ഒരു ഇതിലാണ് നമുക്ക് ഹോമിയോപ്പതിയോടുള്ള വിശ്വാസം, നമ്മുടെ ടീച്ചേഴ്സിനോടുള്ള വിശ്വാസങ്ങൾ, സീനിയേഴ്സ് എന്ന് പറഞ്ഞാൽ മെന്റേഴ്സ് എന്നുള്ളതാണ് നമ്മളെ. അപ്പൊ ആ ഒരു കൺസെപ്റ്റിലാണ് അത് എടുത്തിട്ടുള്ളത്. ഇത് ആ ഒരു ഭാഗത്തിന്റെ കൊബാൾട്ടത്തിന്റെ ഞാൻ സ്കിന്നിന്റെ ആക്ഷനാണ് ഈ പറയണത്. ഓക്കെ, ഇനിയിപ്പോ നമ്മളുടെ ക്ലിനിക്കിലോട്ട് സാധാരണ 99% കേസുകളിൽ നമുക്ക് സ്കിൻ എന്നൊക്കെ പറഞ്ഞു വരുമ്പോ നമ്മുടെ മുഖത്ത് വരുന്ന പിമ്പിൾസ് തന്നെയാണ് ആദ്യം വരിക. ഇപ്പൊ പ്രത്യേകിച്ച് ന്യൂ ജനറേഷനൊക്കെ ഹോമിയോപ്പതി എന്ന് പറയുമ്പോൾ ആദ്യം സ്കിൻ വരും, ആദ്യം പിമ്പിൾസ് വരും. പക്ഷെ പിമ്പിൾസിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ 2-3 കാര്യങ്ങൾ പിമ്പിൾസ് വന്നാൽ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, പിമ്പിൾസ് അക്നെ സിംപ്ലെക്സ് ആണോ അക്നെ റോസിയേസ ആണോ എന്ന് ആദ്യം നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഡയഗ്നോസ് ചെയ്യാം. പിന്നെ നോക്കേണ്ടത് അവരുടെ മെൻസ്ട്രൽ ഹിസ്റ്ററിയും ബാക്കി കാര്യങ്ങളും, അതായത് പോളിസിസ്റ്റിക് ഓവറി കംപ്ലൈൻസ് ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയതിന് ശേഷം വേണം ട്രീറ്റ്മെന്റ്, അല്ലെങ്കിൽ ഏത് പിമ്പിൾ കേസിലും നമ്മൾ ഫെയിലിയർ ആവും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമ്മൾ പിമ്പിൾ സിമ്പിൾ ആണെന്ന് നമ്മൾ പറയും, പക്ഷെ പിമ്പിൾസ് എന്ന് പറയുന്നതാണ് നമ്മൾക്ക് ട്രീറ്റ് ചെയ്യാൻ ഏറ്റവും ബുദ്ധിമുട്ട്. അതിന് കാരണം 2-3 കാര്യങ്ങളാണ്. ഒന്ന്, അത് കോസ്മെറ്റിക് എഫക്റ്റും കൂടി ഉണ്ട്. പെൺകുട്ടികൾക്ക് മുഖത്ത് ഇങ്ങനെ പിമ്പിൾസ് കാണുന്നത് തന്നെ വലിയ പാടാണ്. അവർ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് കരഞ്ഞു തുടങ്ങും. പാരന്റ്സിന് അതൊരു വിഷയവും. പിന്നെ അവരുടെ ഫ്രണ്ട്സ്, കോളേജ്, സ്കൂളിൽ പോകുമ്പോൾ, കോളേജസിൽ പോകുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളതൊന്ന് ശ്രദ്ധിക്കുക. അവരെ പറഞ്ഞൊന്ന് കംഫർട്ട് ചെയ്യാൻ നമുക്ക് മാറ്റാൻ പറ്റും. നമ്മൾ കുറച്ച് ദിവസം സമയം എടുക്കും, പക്ഷെ അത് പൊക്കോളും. അതെങ്ങനെ നമുക്ക് അതാണ് ഏറ്റവും ആവശ്യം. നമുക്ക് ഒരു പിമ്പിൾസ് നമുക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പേഷ്യൻസിന്റെ അടുത്ത് മുമ്പിൽ വന്നു കഴിഞ്ഞാൽ മെഡിസിനേക്കാളും ഇമ്പോർട്ടൻസ് ആ പേഷ്യൻസിന് കോൺഫിഡൻസിൽ എടുക്കുക എന്നുള്ളതാണ്. ഹോമിയോപ്പതിയിൽ മരുന്നൊക്കെ ഉണ്ടെങ്കിലും, എത്ര നല്ല മരുന്നുണ്ടെങ്കിലും അവരെ പറഞ്ഞ് മനസ്സിലാക്കി അവർക്ക് അതിനോടുള്ള ഒന്ന് സമാധാനപ്പെടുക. നമ്മൾ ഇങ്ങനെ മരുന്ന് കഴിക്കണം, അതിന്റെ പ്രോഗ്നോസിസ് എന്താണെന്ന് കറക്റ്റായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഇന്ന പോലെ മരുന്ന് കഴിച്ചാൽ ഇത്ര ദിവസം ഇത്ര സമയം കൊണ്ട് ഇതിന് ഇന്ന മാറ്റങ്ങൾ വരും, എന്നാലേ ആ പേഷ്യന്റ് നമ്മളുടെ കൂടെ നിൽക്കുള്ളൂ. അല്ലെങ്കിൽ അവർ പല സാധനങ്ങളും പല മാർക്കറ്റിലുള്ള പല പ്രൊഡക്ട്സും ഉപയോഗിക്കും, എന്നിട്ട് ആ കേസ് വേഴ്സ് ആവുകയും ചെയ്യും, അവസാനം നമ്മുടെ ബെഡിലേക്ക് അത് വരികയും ചെയ്യും. അപ്പൊ ആ ഒരു സംഭവം നമ്മളൊന്ന് ശ്രദ്ധിക്കുക. അതിന് ഏറ്റവും പറ്റിയ മെഡിസിൻസ്, നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് കൊടുക്കാൻ പറ്റിയ മെഡിസിൻസ് ആണ്. നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന മെഡിസിൻസിനെ കുറിച്ച് ഞാൻ സാധാരണ ഇവിടെ പറയുന്നില്ല. ഓക്കെ, ഈസ്ട്രജൻ, കാരണം അക്നെ റോസിയേസയെ ഹോർമോൺസ് ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു സാധനം. അക്നെ റോസിയേസയിൽ അക്നെ സിംപ്ലെക്സ് ആണ് ഇതിൽ കൂടുതലായിട്ട് വരണമെങ്കിലും, പക്ഷേ അക്നെ റോസിയേസയിലും ഈസ്ട്രോജൻ ഹോർമോൺസ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. സ്ട്രെസ് ആണ് വൺ ഓഫ് ദ അക്നെ സിംപ്ലെക്സ്. അത് സിംപ്ലെക്സ് എന്ന് പറയുന്നത് വെറുതെ ഒരു ബോയിൽസ് പോലെ ചെറിയ 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 കുരുക്കളായിരിക്കും. റോസിയേസയിൽ കുറച്ചും കൂടി പമ്പി ആയിരിക്കും, കുറച്ചും കൂടി ഹാർഡ് ആയിരിക്കും. ഓക്കെ, ഇതാണ് റോസിയേസും സിംപ്ലെക്സും തമ്മിലുള്ള ബേസിക് ഇഷ്യൂ. സ്ട്രെസ് കൂടുതൽ വന്നു കഴിഞ്ഞാൽ, സ്ട്രെസ് ഉള്ള കുട്ടികളാണെങ്കിൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് സിംപ്ലെക്സ് ആണ്, അവരുടെ സ്ട്രെസ് ലെവൽ. കോസ് ആണ് നമ്മൾ നോക്കേണ്ടത്. കോസും കൂടിയാണ് ഇമ്പോർട്ടൻ്റ് ആണ് പിമ്പിൾസിന്. കാരണം PCOD, പേഷ്യന്റിന് സ്ട്രെസ്, സ്കൂൾ സ്ട്രെസ് ഉണ്ടാവും, ടീച്ചർ സ്ട്രെസ് ഉണ്ടാവും, ഇപ്പോൾ ന്യൂ ജനറേഷൻ സ്ട്രെസ്സുകൾ വേറെ.
ബോയ് ഫ്രണ്ട്സ്, അത് ഇത് എന്നൊക്കെ പറഞ്ഞ് കുറേ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവും. അങ്ങനെയുള്ള കുട്ടികളാണോ എന്ന് ആദ്യം നമ്മൾ ഹിസ്റ്ററി എടുക്കുമ്പോൾ തന്നെ ചോദിക്കുക. അറിയാതെ ഒന്ന് ചോദിക്കുക, എങ്ങനെയുണ്ട് സ്കൂളിൽ, എങ്ങനെയുണ്ട് കോളേജിൽ, പഠിക്കണമൊക്കെ എങ്ങനെയുണ്ട്, പഠിപ്പിക്കുന്ന നമ്മുടെ എക്സാംസ്, ക്ലാസ്സുകൾ, ഇതൊക്കെ ഒന്ന് പതുക്കെ 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 അറിയാത്ത പോലെ ചോദിച്ചു വരുമ്പോൾ അവരവരുടെ സ്ട്രെസ് ഒക്കെ പറയും. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് മെഡിസിൻസ് കണ്ടുപിടിക്കാം. സ്ട്രെസ് കൂടുതലുള്ള കേസ് ആണെങ്കിൽ നമ്മുടെ നാട്രമ്യൂർ ഫസ്റ്റ് മെഡിസിൻ വരുന്നത്, സിംപ്ലക്സിൽ വരുന്നത് നമ്മളുടെ നാട്രമ്യൂർ. അത് കഴിഞ്ഞിട്ടേ മെഡിസിൻസ് വേറെ വരുന്നുള്ളൂ. നാട്രമ്യൂറിന്റെ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിലി സ്കിൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഓയിലി സ്കിൻ ആയിരിക്കും. നാട്രമ്യൂർ കൊടുക്കുമ്പോൾ ഹൈ പൊട്ടൻസി കൊടുക്കാതെ ശ്രദ്ധിക്കുക. തുടക്കത്തിൽ ഫസ്റ്റ് പ്രിസ്ക്രിപ്ഷൻ ഷുഡ് ബി നാട്രമ്യൂർ 30. നാട്രമ്യൂർ കൊടുക്കുന്ന കേസുകളാണ്, എസ്പെഷ്യലി ഇങ്ങനത്തെ കേസുകളാണെങ്കിൽ. ഓക്കെ, പിമ്പിൾസിൽ കൊടുക്കുന്നതാണെങ്കിൽ നാട്രമ്യൂർ 30 വെച്ച് കൊടുക്കുക. 30 നമുക്ക് കൂടുതൽ റിപ്പീറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ചിലപ്പോൾ അഗ്രവേഷൻസ് ഉണ്ടാകും. 3 നേരമൊക്കെ നമ്മൾ TDS 1 ഡോസ് ഇതൊക്കെ കൊടുത്ത് വെയിറ്റ് ചെയ്യും. ചിലപ്പോൾ വെയിറ്റ് ആൻഡ് വാച്ച് അതൊന്നും ചിലപ്പോൾ നടന്നൊന്നും വരില്ല. പ്രാക്ടിക്കാലിറ്റിയാണ് ഞാൻ പറയുന്നത്. നമ്മൾ പറയും സിംഗിൾ ഡോസ് കൊടുത്ത് വെയിറ്റ് ചെയ്യുക. മെഡിസിൻ കറക്റ്റ് അല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കറക്റ്റ് പ്രിസ്ക്രിപ്ഷൻ ആണെങ്കിൽ നമ്മുടെ ഹോമിയോപ്പതി, പക്ഷെ നമുക്ക് എപ്പോഴും കറക്റ്റ് പ്രിസ്ക്രിപ്ഷനോ കറക്റ്റ് സിംറ്റംസോ എല്ലാം കിട്ടണമെന്നൊന്നുമില്ല. ഞാൻ ജൂനിയേഴ്സിനും കൂടിയും പറയുന്നതാണ്. പക്ഷെ ഇങ്ങനെയുള്ള ഒരു കേസ്, നമുക്ക് ചെറിയ കേസുകൾ പറയാം. ചിലപ്പോൾ ആ കുട്ടി സൺ അഗ്രവേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഒന്നുമില്ല, വെറുതെ ഒന്ന് പോകുന്ന കേസൊക്കെ ആണെങ്കിൽ ശരിക്കും നമുക്ക് ഇത് അറിയാൻ പറ്റും. ഓയിലി സ്കിൻ ആണെങ്കിൽ 90% ഓഫ് ദ കേസ് പ്ലസ് സ്ട്രെസ് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ ഗോ ഫോർ നാട്രമ്യൂർ. പിന്നെ ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസ് ആണ്. അത് എപ്പോഴും യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ PCOD കൂടി കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു കേസ് കേട്ടാണെങ്കിൽ, പിമ്പിൾസ് ആണെങ്കിൽ ഒരു 50-60% കേസിൽ ഫസ്റ്റ് പ്രിസ്ക്രിപ്ഷൻസിൽ ഒരു 2 ആഴ്ച കൊടുക്കുമ്പോൾ തന്നെ വ്യത്യാസം കിട്ടും. ഓക്കെ, സാധാരണ നമ്മൾ കൊടുക്കുന്ന മെഡിസിൻസിലല്ല ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യണത്. ഞാൻ കുറച്ചും കൂടി നമ്മളിപ്പോൾ ബർബറസ് വൾഗാരിസ് ഒക്കെ എല്ലാവരും കൊടുക്കുന്നതാണ് കോമൺ ആയിട്ട്. പിന്നെ കുറച്ചും കൂടി എലാബറേറ്റ് ആയിട്ട് ഞാൻ പോകുന്ന ഇപ്രാവശ്യം സൾഫർ അയോഡ്. ഓക്കെ, സൾഫർ അയോഡ് ഗുണം എന്ന് വെച്ചാൽ സൾഫറിനെക്കാളും ബെറ്റർ ആണ് സൾഫർ അയോഡ്, എസ്പെഷ്യലി ഇതില് എക്കനെ സിംപ്ലക്സിലും പിന്നെ എന്താ പറയാ റോസിയസിൽ ചിലപ്പോൾ ഡേർട്ടി സ്കിൻ പോലെ ഇരിക്കും. നമ്മുടെ സ്കിന്നൊക്കെ ചിലപ്പോൾ കാണുമ്പോൾ റഫും കാര്യങ്ങളും വരുമ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ സൾഫർ ഇൻഡിക്കേറ്റഡ് ആണെങ്കിൽ സൾഫർ അയോഡത്തിൽ പോകണമെന്ന് വെച്ചാൽ കുറച്ചും കൂടി ഹാർഡ് ആണെങ്കിൽ പിമ്പിൾസ്, ഗോ ഫോർ സൾഫർ അയോഡ ദാൻ സൾഫർ. ഓക്കെ, പിന്നെ കാർബോ അനിമാലിസ് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസ്. കാർബോ അനിമാലിസ് സ്കിൻ ചിലപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ആണെങ്കിൽ ത്രെഡിങ് ഉണ്ട്, ഫേഷ്യൽസ് ഉണ്ട്, വാക്സിങ് ഉണ്ട്, അപ്പർ ലിപ്പ്, ലോവർ ലിപ്പ് ത്രെഡിങ്. അങ്ങനെയുള്ള കേസുകളിൽ ബാർബേഴ്സ് ഇച്ചിന്റെ ഫീമെയിൽ വേർഷൻസിൽ വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസിലാണ് ഇത് എന്താ പറയാ കാർബോ അനിമാലിസ്. പിന്നെ നമ്മൾ ചിന്തിക്കാത്തൊരു സാധനമാണ് ക്രിയോസോട്ട്. ഓക്കെ, ഇത് കുറച്ചൊക്കെ ഞാൻ ഓഫ്ലൈൻ ഇത് കുറച്ചും കൂടി ആഡ് ഓൺ ചെയ്തതാണ്. എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ആഡ് ഓൺ ചെയ്യാൻ ക്രിയോസോട്ട് നമ്മൾ ഒരിക്കലും പിമ്പിൾസിന് അങ്ങനെ കാര്യമായിട്ട് ചിന്തിക്കാറില്ല. പക്ഷെ ക്രിയോസോട്ടിന് ഇതേപോലെ തന്നെ ഈസി ബ്ലീഡിങ് ആയിരിക്കും. നമ്മളിങ്ങനെ തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ബ്ലീഡിങ് വരും. നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. ഒരു പിമ്പിൾസ് വെറുതെ നമ്മൾ കൈ കൊണ്ട് വെറുതെ നമ്മൾ തന്നെ എക്സാം ചെയ്യാൻ വേണ്ടി തോന്നുമ്പോഴത്തേനും ചിലപ്പോൾ അത് ബ്ലീഡ് ചെയ്യും. ബ്ലീഡിങ് പെട്ടെന്ന് നിൽക്കാത്ത ബ്ലീഡിങ്, സോഫ്റ്റ് ആയിരിക്കും പക്ഷെ പെട്ടെന്ന് നിൽക്കാത്ത ബ്ലീഡിങ് ആണ് ക്രിയോസോട്ട്. ക്രിയോസോട്ടിന്റെ വേറെ യൂസസ് ഒക്കെ നമുക്കറിയാം, സെർവിക്കൽ ക്യാൻസറും അതിനൊക്കെ. പക്ഷെ അതിലും വലിയൊരു ഇമ്പോർട്ടൻറ്റ് സാധാരണ ചുമ, കഫ് ആഫ്റ്റർ ഇൻഫ്ലുവൻസ എറിയോഡിക്റ്റോൻ ആണ് നമ്മൾ സാധാരണ ചിന്തിക്കാറ്. പക്ഷെ ആസ് ആൻ അഡീഷൻ കഫ് ആഫ്റ്റർ, അതായത് പനി, നമ്മളുടെ ഒരു ചുമയൊക്കെ വന്ന് വൈറൽ ഫീവർ ഒക്കെ വന്ന് പോയി കഴിഞ്ഞാൽ ഇത് നമ്മുടെ ക്രിയോസോട്ട് നമുക്ക് ചിന്തിക്കാം ചുമയ്ക്ക്. അത് ലേഡി ആണെങ്കിൽ, പ്രത്യേകിച്ച് ലേഡീസ് ആണെങ്കിൽ നമ്മുടെ സ്റ്റേണം അല്ലെങ്കിൽ കോസ്റ്റോകോൺട്രൈറ്റിസ് അല്ലെങ്കിൽ ചുമച്ച് നമ്മൾ പറയില്ല, നമ്മുടെ സ്റ്റേണത്തിന്റെ അവിടെ പെയിനും കൂടി ഉണ്ടെങ്കിൽ ക്രിയോസോട്ട് ക്യാൻ ബി തോട്ട് അബൌട്ട് ഇൻ ദ ഫസ്റ്റ് മെഡിസിൻ.
ഓക്കെ. അപ്പൊ ചുമച്ച് ചെസ്റ്റിന്റെ അവിടെ സ്റ്റേണത്തിൽ വരുന്ന മെഡിസിൻസിൽ സ്കിൻ കംപ്ലൈന്റ് വാസ് വൺ ഓഫ് ദ ബെസ്റ്റ്, എസ്പെഷ്യലി ഈ ഇതിന്. ഓക്കെ. പിന്നെ ഒരു ലപ്പ ആർട്ടിക്ക എന്ന് പറഞ്ഞൊരു മെഡിസിൻ ഉണ്ട്. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കഴുത്തിന്റെ അവിടെ പിമ്പിൾസ് വരും, കഴുത്തിന്റെ ബാക്ക് സൈഡിലായിട്ട്. അതായത് നമ്മുടെ നെയ്പ്പ്, അതുപോലെ ഹെയർ നമ്മൾ ഷേവ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു നമ്മുടെ ആണുങ്ങളിലാണ് കട്ടിങ് വരും, അല്ലെങ്കിൽ നേപ്പ് ഓഫ് ദ നെക്കില് ചെറിയ ഇറപ്ഷൻസ് വരുന്നു, പിമ്പിൾസ് വരുന്നു, അല്ലെങ്കിൽ എക്സിമ പോലെ വരുന്നു. ലപ്പ ആർട്ടിക്ക എന്ന് പറഞ്ഞ മെഡിസിൻ ഉണ്ട്. ഓക്കെ. കോമൺലി അവൈലബിൾ ഒക്കെയാണ്, നമ്മളൊന്ന് കേട്ടിട്ട് വളരെ റെയർ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. ബാക്കിൽ മൊത്തം ഉണ്ടെങ്കിലോ? ഓക്കെ. പിന്നെ ഇതിൽ വരുന്ന അതിന്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ കഫ് നോസ് ബ്ലോക്കും കൂടി നമുക്ക് ചിന്തിക്കാവുന്ന ഒരു മെഡിസിനാണ് ലപ്പ. കഫ് ഹെവി ഇത് പറഞ്ഞ ക്രിയോസോട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതിന്റെ കൂടെ ജസ്റ്റ് ഒരു ഇത് പറയണതാണ്, കേട്ടിട്ടുണ്ടോ, എല്ലാവരും യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ യൂസ് ചെയ്യുന്ന ഒരു മെഡിസിൻ ആണ് ലെട്രോഡക്ടസ് ഹെസൽസ് എന്ന് പറയും. ലെട്രോഡക്ടസ് ഹെസൽസ്. ഓക്കെ, പേര് മനസ്സിലായല്ലോ, ലെട്രോഡക്ടസ് ഹെസൽസ്. അതിന്റെ ആ ഒരു മെഡിസിൻ എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ പാരാലിസിസ് ഒക്കെ കഴിഞ്ഞ് വേസ്റ്റിംഗ് വരും മസിൽസ്. ചിലപ്പോൾ നമുക്ക് വേസ്റ്റിംഗ് ഓഫ് മസിൽ, ചിലപ്പോൾ ഡയബറ്റീസ് കൊണ്ട് വേസ്റ്റിംഗ് വരാം, പാരാലിസിസ് കൊണ്ട് വേസ്റ്റിംഗ് വരാം, പാരാസിസ് കൊണ്ട് വേസ്റ്റിംഗ് വരാം. അതിന് എഫക്റ്റീവ് ആയിട്ട് നമുക്ക് നമ്മൾ പ്ലംബമെറ്റോ ഒക്കെ കൊടുക്കുന്ന പോലെ ഉപയോഗിക്കാൻ പറ്റുന്ന മെഡിസിൻ ആണ് ലെട്രോഡക്ടസ് ഹെസൽസ്. ഓക്കെ. ഇത് വായിച്ചു വരുമ്പോൾ ഞാൻ പറയുന്നതാണ്, ഇതിന്റെ കൂട്ടത്തിൽ സ്കിന്നിന്റെ മാത്രമല്ല, ചിലത് നമുക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യും, അതുകൊണ്ട് പറയുന്നതാണ്. കയോലിൻ എന്ന് പറഞ്ഞൊരു മെഡിസിൻ ഉണ്ട്. കയോലിൻ, KAOLIN. കാരണം ഇപ്പൊ കൂടുതൽ യൂസ് ചെയ്യുന്ന മെഡിസിൻ ആയതുകൊണ്ട് പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ പറഞ്ഞു പോണതാണ്, അല്ലെങ്കിൽ ഞാൻ അത് മറന്നുപോകും. നമ്മൾ ഇപ്പോഴത്തെ പനിക്കും, പനി കഴിഞ്ഞ് ചുമ, നോസ് ബ്ലോക്ക്, ചുമ, കുട്ടികൾക്കുള്ള ക്രൂപ്പ്, നമ്മൾ ഡ്രോസറ അങ്ങനെയുള്ള മെഡിസിൻസ് കൊടുക്കുന്ന പോലെ തന്നെ KAOLIN, കയോലിൻ ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ കുട്ടികളുടെ ഇങ്ങനെയുള്ള ചുമക്കൊക്കെ. ഓക്കെ. പിന്നെ ആക്നെ സിംപ്ലെക്സിൽ നമ്മൾ കൂടുതൽ ചിന്തിക്കാവുന്ന മെഡിസിൻ ആസ്റ്റീരിയ റൂബൻസ്, യുജീന ജംബോസും, ജുഗ്ലൻസ് സീനിയം, ജുഗ്ലൻസ് റീജിയയുടെ വേറൊരു ഇമ്പോർട്ടൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്സിലറി ബോയിൽസ് അല്ലെങ്കിൽ ആക്സിലറി ആപ്സസ്. ആക്സിലറി ആപ്സസിന്റെയും ജുഗ്ലൻസ് റീജിയയുടെ സ്പെസിഫിക് മെഡിസിനിലൊന്നാണ് ആക്സിലറി ആപ്സസിൽ പൊട്ടിപ്പോവും അല്ലെങ്കിൽ വലിയും. താങ്ക്സ് ടു ലേറ്റ് ഡോക്ടർ അശോകൻ സാർ. ഇതിന് ഞങ്ങൾക്ക് അശോകൻ സാറിനെ മറക്കാൻ പറ്റില്ല, കാരണം ഈ മരുന്നിന്റെ ഒരു പ്രശ്നത്തിൽ അശോകൻ സാറായിട്ട് ഞങ്ങൾ ഇടിയുണ്ടാക്കിയതാണ്. പക്ഷെ അതൊക്കെ നമ്മളുടെ മനസ്സിലിരിക്കും, ഇത് നമ്മൾ കൂടുതൽ കൊടുക്കും. ഇതിന്റെ കൂടുതൽ ആക്ഷൻ ഈ മാർക്സ് ഒക്കെ വീഴുന്ന അല്ലെങ്കിൽ PCODയുടെ കൂടെ വരുന്ന ആക്നെ സിംപ്ലെക്സിന് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസിലൊന്നാണ് ജുഗ്ലൻസ് റീജിയ. ഓക്കെ. ജുഗ്ലൻസ് സി, അതല്ല സെനസെൻസ്, അത് സീരിയ അല്ലെങ്കിൽ സെനസിസ്, അത് കൂടുതലും കോളോലിത്യാസിസിനും കൂടുതൽ ഉപയോഗിക്കുന്ന മെഡിസിനാണ് ജുഗ്ലൻസ് സീരിയ. പതുക്കെയല്ലേ ഞാൻ പോകുന്നത്, കൂടുതൽ സ്പീഡല്ലല്ലോ? ഇത്തിരി സ്പീഡുണ്ട്. പിന്നെ ഡോക്ടർ, ഹലോ, കേൾക്കാമോ? കേൾക്കാം ഡോക്ടറെ. ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നില്ലേ? ഞാൻ പറയുന്ന കേൾക്കാമോ ഡോക്ടറെ? ഹലോ ഡോക്ടറെ, ഞാൻ പറയുന്ന കേൾക്കാവോ? ആ, ഡോക്ടർ പറയുന്ന കേൾക്കാം. ഞാൻ ഇതുവരെ പറഞ്ഞതെല്ലാം കേട്ടോ? ഡോക്ടർ പറയുന്ന കേൾക്കുന്നുണ്ട്. പിന്നെ ഈ മെഡിസിൻ എല്ലാം പൊട്ടൻസി ഏതാ ഉപയോഗിക്കുന്നത് ചോദിച്ചിട്ടുണ്ട്. എല്ലാം ലോ പൊട്ടൻസീസ്, സ്കിൻ കംപ്ലൈന്റിൽ നമ്മൾ അത്രയ്ക്ക് കോൺഫിഡന്റ് ആണെങ്കിൽ മാത്രം ഹൈ പൊട്ടൻസിയിലോട്ട് പോവാം. പ്രത്യേകിച്ച് ബിഗിനേഴ്സ്. സീനിയേഴ്സ് ആണെങ്കിൽ ഒരു കേസ് കൊളായാലും ബാക്കിയുള്ളവർ വെയിറ്റ് ചെയ്യും. പിന്നെ ഒരു സംശയം കൂടെ, ലാപ്പ ആർട്ടിക് അങ്ങനെ ഒരു മരുന്ന് പറഞ്ഞല്ലോ, ലാപ്പ ആർട്ടിക്. അതിന് ബാക്ക് നെയ്പ്പ് ഓഫ് നെക്കിലും ഒക്കെ ആക്നി അല്ലെ ഇറപ്ഷൻസ് വരുമെന്ന് പറഞ്ഞു.
ചിലപ്പോ നമ്മൾ ഈ ഡാൻഡ്രഫ് വീണിട്ട് ചിലപ്പോ ചേട്ടാ, പുറത്തൊക്കെ അതെ, വരും. മുതുക് മൊത്തം, ബാക്ക് മൊത്തം വരുന്ന? ഇല്ല ഇല്ല ഇല്ല. ഇല്ല, നമ്മളുടെ നേപ്പ് ഓഫ് നെക്ക് അല്ലെങ്കിൽ കഴുത്തിന്റെ കുറച്ച് ഭാഗങ്ങൾ. അല്ല, ചിലപ്പം ബാക്കിൽ മൊത്തം ഇങ്ങനെ കാണാറുണ്ടല്ലോ, ഈ മുഖത്ത് അല്ല വരുന്ന പോലെ. അത് നമ്മൾ നോക്കണം. ഡാൻഡ്രഫും ബാക്കി കാര്യങ്ങളും ക്ലിയർ ചെയ്യണം. ഓക്കെ. ഓക്കെ. കോസ്മെറ്റിക്സ്, നമ്മൾ കോസ്മെറ്റിക്സ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ആക്നെ വരുന്നതാണെങ്കിൽ ബോവിസ്റ്റ, ദാറ്റ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസ്. ഓൾമോസ്റ്റ് സ്പെസിഫിക് ആണത്. ഓക്കെ. പിന്നെ ഇപ്പോഴത്തെ കാര്യത്തിൽ വെള്ളമടിച്ചിട്ടൊക്കെ വരുന്ന പിമ്പിൾസ് ആണെങ്കിൽ ആണായാലും പെണ്ണായാലും ലഡം പാൽ, ഇതൊക്കെ നമ്മൾ കൊടുത്ത് 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 അത്രയ്ക്കും ഉറപ്പായിട്ടാണ് ഈ പറയണത്. പിന്നെ ചിലവർക്ക് സെക്ഷൽ ഡിസയേഴ്സ് കൂടും. അപ്പൊ അങ്ങനെയുള്ള ഒരു ലേഡീസോ നിംഫോമാനിക് ലേഡീസ് അങ്ങനെയുള്ളതൊക്കെ വരികയാണെങ്കിൽ ആസിഡ് ഫോസ് വിത്ത് പിമ്പിൾസ് ആണെങ്കിൽ. ഓക്കെ. ഇതൊക്കെ നമ്മൾ എങ്ങനെ കിട്ടും എന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ കാലത്തൊക്കെ എല്ലാം ഓപ്പൺ ആണ്. അപ്പൊ നമ്മൾ ചോദിക്കേണ്ടത് താമസമുള്ളവർ പറഞ്ഞു. അങ്ങനെ ഒരു ട്രെൻഡ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഹിന്റോ എന്തെങ്കിലും നമുക്ക് കിട്ടുന്നു. കൂടുതൽ പെമ്പിള്ളേർക്ക് ആകുമ്പോൾ ഹോർമോണൽ ഇഷ്യൂസ് വരും. അപ്പോൾ ചിലപ്പം എന്താ പറയുക, വജനൽ ഡിസ്ചാർജസ് കൂടും. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് സെക്ഷൽ ക്രേവിങ്സ് കൂടും. ആ സമയത്ത് ചില അവർക്ക് ആ ഒരു ഓവുലേഷന്റെ സമയത്ത് അല്ലെങ്കിൽ സെക്ഷൽ ഇത് വരുമ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് പിമ്പിൾസ് കൂടുതൽ കാണുന്നുണ്ടെങ്കിൽ ഇതാണ് ഇത്. ഓക്കെ. കുറച്ചും കൂടിയും പിന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസ് ആണ് ആർസെനിക്കം ബ്രോമൈറ്റം. ആസ് ബ്രോമൈഡ് എന്ന് പറയില്ല, നമ്മൾ ആർസെനിക്കം ബ്രോമിയാറ്റം. അതും പിമ്പിൾസിന് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ ആണ്. ആസ് ബ്രോമം ഡയബറ്റീസിന് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ ആണ്. അപ്പൊ ഡയബറ്റീസ് ഉള്ള പേഷ്യൻസിന് പിമ്പിൾസും കൂടി കൂടുതലുണ്ടെങ്കിൽ there is nothing like it. Okay. ആസ് ബ്രോമാറ്റത്തിന്റെ പിമ്പിൾസിന്റെ ഗുണം എന്ന് വെച്ചാൽ ഈ നോസിന്റെ ചുറ്റിലുമാണ് കൂടുതൽ വരിക. നോസ്, ചിൻ, ഈ നോസിലാണ് കൂടുതൽ കട്ടിയായിട്ട് അല്ലെങ്കിൽ പിമ്പിൾസ് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുക. ആക്നെ റോസിയസ് ഒക്കെ വരുന്നത് നോസിന്റെ അവിടെ ആയിരിക്കും. അതുപോലെ യുഫോറിനം എന്ന് പറയുന്നതും ഓവറിയുടെ ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പോ അതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. പിന്നെ വരുന്നത് ഒരു മെഡിസിൻ ആണ്, നമ്മൾ പറയും കൊക്കൈന. കൊക്കൈന എന്ന് പറയുന്ന മെഡിസിൻ കൊടുക്കേണ്ടത് ആവശ്യം എപ്പോഴാണ് വരണമെന്ന് വെച്ച് കഴിഞ്ഞാല് ചിലപ്പോൾ നമ്മൾ പറയും സ്കിന്നിന്റെ ഇറപ്ഷൻസും പിമ്പിൾസ് ഒക്കെ വരുമ്പോൾ നമുക്ക് മുഖത്തും സ്കിന്നിലൊക്കെ ചിലപ്പോൾ പറയും, മുഖത്ത് തന്നെ പ്രത്യേകിച്ച് പറയും, സാറേ എന്തോ ഇങ്ങനെ എഴഞ്ഞു കിടക്കണം. ചിലപ്പോൾ തോന്നും സാറേ എന്തോ ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കളിക്കണ പോലെ, ചൊറിച്ചിൽ വരുന്നുണ്ട്, എപ്പോഴും ചൊറിച്ചിലാണ്, എന്തോ മുഖത്തിരുന്ന് എഴയണ പോലെ ഒരു ഫീലിംഗ് വരും. അത് കുറച്ച് കേസുകൾ അടുപ്പിച്ച് വരും. നമ്മൾ പറയണ പോലെ റെയർ ഒന്നുമല്ല ഈ സിംറ്റംസ്. അങ്ങനെ വരുമ്പോ വിത്ത് പിമ്പിൾസ് വിത്ത് ഇതും അതിന്റെ വേറൊരു മെഡിസിൻ ആണ് കനാബിസ് ഇൻഡിക്ക. ഓക്കെ. നമ്മുടെ കഞ്ചാവ്, കനാബിസ് ഇൻഡിക്കയ്ക്കും കൊക്കൈനയ്ക്കുമാണ് നമുക്ക് ഇങ്ങനെ ഒരു സിംറ്റംസ് കൂടുതൽ വരുന്നത്. അപ്പൊ അങ്ങനെ ഒരു സിംറ്റംസ് വന്നിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ഗിവ് ഇത്. കൊക്കൈന പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് കൊളിൻസോണിയ എന്ന് പറഞ്ഞ മെഡിസിൻ സ്കിന്നായിട്ട് ബന്ധപ്പെട്ടത് മാത്രമല്ല, സ്കിന്നിലുണ്ട്. സ്കിന്നിന്റെ കൂടെ റെസ്പിറേറ്ററി കംപ്ലൈന്റ്സിന് ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസ് ആണ്. വോയിസിനും ലാരിങ്സിന്റെ കംപ്ലൈന്റ്സിനും വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസ് ആണ് കൊളിൻസോണിയ. സാധാരണ നമ്മൾ ചിന്തിക്കാത്ത ഒരു സാധനം കൂടിയാണ് കൊളിൻസോണിയ. കൊളിൻസോണിയ നമ്മൾ ഉപയോഗിക്കുന്നത് ഒന്നില്ലെങ്കിൽ പ്രഗ്നൻസി ഇതൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന മെഡിസിൻ കംപ്ലൈന്റ്, അല്ലെങ്കിൽ നമ്മുടെ പ്രസവമൊക്കെ കഴിഞ്ഞിട്ട് പൈൽസ് അത് ഇതിനൊക്കെയാണ് കൊളിൻസോണിയ ചെയ്യുന്നത്. പക്ഷെ കൊളിൻസോണിയ ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ ഈവൻ ഫോർ റെസ്പിറേറ്ററി കംപ്ലൈന്റ്. എക്സസീവ് യൂസ് ഓഫ് ലാരിങ്സ്, അതായത് ടീച്ചേഴ്സിന്, പൊളിറ്റീഷ്യൻസിന് അതിനൊക്കെ വരുന്ന അഫോണിയ, ലാരഞ്ചൈറ്റിസ് അങ്ങനെയൊക്കെയുള്ള കേസുകൾക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ യു കെൻ ഈവൻ തിങ്ക് അബൌട്ട്. കൊളിൻസോണിയ ബോറിക്കിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ
ഇറ്റാലിക്സിലാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അതുപോലെ കൊളിൻസോണിയ വൺ ഓഫ് ദ കേസിൽ കോൺസ്റ്റിപ്പേഷനും സ്കിൻ കംപ്ലൈന്റും വരുന്ന ഒരു കേസാണെങ്കിൽ പോത്തോസ് ആണ് നമ്മൾ സാധാരണ. പോത്തോസ് റെസ്പിറേറ്ററി ആൻഡ് കോൺസ്റ്റിപ്പേഷൻ ആണ്. ഇവിടെ സ്കിന്നും കോൺസ്റ്റിപ്പേഷനും കമ്പൈൻഡ് ആണെങ്കിൽ ഈവൻ ഇൻ ചിൽഡ്രൻ കോൺസ്റ്റിപ്പേഷൻ കൂടുതലുള്ള കേസ് തൊട്ടാണെങ്കിൽ കൊളിൻസോണിയ ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ ഫോർ കോൺസ്റ്റിപ്പേഷൻസ്. ഓക്കെ, പിന്നെ വരുന്നത് കൽക്കേരിയ മ്യൂറിയാറ്റിക്കം ഈ സ്കാൽപ്പ് ഇച്ചിങ്, സ്കാൽപ്പിന്റെ ഇറപ്ഷൻസിന് നമ്മൾ മെസേറിയോ ഒക്കെ ചിന്തിക്കുന്ന സ്ഥലത്താണ് കൽക്കേരിയ മ്യൂറിയാറ്റിക്കം ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ ആയിട്ട് വരുന്നത്. നമ്മള് ഇസ്മായിൽ സർ സാറ് ഇന്ന് സൂമിലുണ്ട്. പക്ഷെ സാറേ എനിക്ക് സാറിനെ കോഹോസ്റ്റ് ആക്കാൻ പറ്റുന്നില്ല. സാറുണ്ട്, ഞാൻ കണ്ടു, വീഡിയോ കണ്ടു. സാറേ നമസ്കാരം. സേട്ട് സാറേ നമസ്കാരം. പിന്നെ വരുന്ന നമ്മൾ ചിന്തിക്കാത്ത മെഡിസിൻസ് ആണ് സ്കിന്നിന് വരുന്നത് ട്രൈഫോളിയം റിപ്പൻസ് അല്ല, ട്രൈഫോളിയം പ്രിറ്റൻസ്. സാറിന് അൺമ്യൂട്ട് ചെയ്യണമെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ സാറേ. സേട്ട് സാറ് പറ്റുന്നില്ല. ഓക്കെ, പിന്നെ അതാണ് സർ. വെൽക്കം സർ, ഡോക്ടർ ഇസ്മായിൽ സെറ്റ്. ട്രൈഫോളിയം പ്രിറ്റൻസ് സ്കിന്നിന് എക്സിമ, അതിൽ എഴുതിയിട്ടുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റാലിക്സിൽ ഒരൊറ്റ വാക്ക് എഴുതിയിട്ട് ക്രോണിക് എക്സിമ. നമുക്ക് വേറെ ഒന്നും കിട്ടുന്നില്ല, മെഡിസിൻസ് വേറെ ഒന്നും നമ്മുടെ തലയിൽ വരുന്നില്ലെങ്കിൽ ദിസ് ഈസ് ദ മെഡിസിൻ. ബോറിക്ക് തുറക്കുക, വൺ വേർഡ് ഇറ്റാലിക്സിലെ ക്രോണിക് എക്സിമ ഓഫ് ദ സ്കാൽപ്പിനും വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസിൽ ഒന്നാണ് ട്രൈഫോളിയം പ്രിറ്റൻസ്. ഓക്കെ, പിന്നെ നമ്മുടെ ക്ലിനിക്കിൽ ചിലപ്പോൾ വരും സാറ് ചീവ് നമ്മൾ തല ചീകുമ്പോ വരെ നമുക്ക് തലയിൽ വേദനയാണ്. നമ്മൾ നോക്കുമ്പോൾ ഒന്നും കാണൂല, പക്ഷെ പേഷ്യന്റ് എപ്പോഴും പറയുന്ന വെച്ചാൽ ഞാൻ എന്റെ മുടി ഇരുമ്പോ വരെ എനിക്ക് തലയിൽ വേദന വരാറ്. ഇത് സിമ്പിൾ ആയിട്ട് മിക്കവാറും പെൺകുട്ടികളും ബാക്കിയുള്ളവരൊക്കെ വന്ന് പറയുന്ന ഒരു സിംറ്റമാണ്. നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത ഒരു സാധനമാണിത്. ഇപ്പറ്റോറിയം പെർഫോലേറ്റ് നമ്മൾ സാധാരണ ഇപ്പറ്റോറിയം ഫീവറിനൊക്കെ കൊടുക്കുന്ന ഇപ്പറ്റോറിയത്തിന്റെ ഒരു ഭാഗമായിട്ടാണ്. സ്കാൽപ്പ് സെൻസിറ്റീവ്നെസ് ഉണ്ടെങ്കിൽ നമ്മൾ സിന്ന, വിങ്ക മൈനർ അതൊക്കെ ചിന്തിക്കും. അതിന്റെ കൂട്ടത്തിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു മെഡിസിൻ ആണ് ഇപ്പറ്റോറിയം. ഓക്കെ, പിന്നെ സാധാരണ നമ്മുടെ ക്ലിനിക്കിൽ കാണുന്നതാണ്, ലേഡീസ് ഒക്കെ എപ്പോഴും വരുന്ന കുട്ടികളൊക്കെ ആയിട്ട് കൊണ്ടുവരുമ്പോൾ നമ്മുടെ പറയാവുന്ന ഒരു കേസ് ഇതാണ്. എക്സിമ നമ്മുടെ ചെവിയുടെ പുറകിൽ വരുന്നത്, അത് കോമൺ ആയിട്ട് വരുന്നതാണ്. എൻ്റെ മോൾക്കും ഉണ്ടായിരുന്നു. അതിൽ ചിലപ്പോൾ നമ്മൾ ഇത് കൂടി ഗ്ലാൻസ് ഒക്കെ വരും, സെർവിക്കൽ ഗ്ലാൻസും ഇതൊക്കെ എപ്പോഴും ഇതായിട്ട് വരും. അങ്ങനെ സെർവിക്കൽ ഗ്ലാൻസ് കൂടുതലെല്ലാം വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു കേസ് ചിലപ്പോൾ നമുക്ക് വേറെ ഒന്നും കിട്ടില്ല, ഓസിങ് ഉണ്ടാവും, ഇതൊക്കെ ഉണ്ടെങ്കിലും അങ്ങനെയുള്ള ഒരു കേസ് നമ്മുടെ കയ്യിൽ സ്ക്രോഫുലേറിയ നോഡോസ. നമുക്ക് സിംറ്റംസ് ഒക്കെ ക്ലിയർ കിട്ടുകയാണെങ്കിൽ നമ്മൾ ഇൻഡിക്കേറ്റഡ് മെഡിസിൻസ് കൊടുക്കാം. പക്ഷെ ഇതും നമ്മൾ പറയും സ്പെസിഫിക് മെഡിസിൻസ് എന്നുള്ളതല്ല. ദിസ് ഈസ് എൻ ഇൻഡിക്കേറ്റഡ് മെഡിസിൻ ആണ്. നമ്മൾ വെറുതെ പറയുന്ന ഒരു സാധനമല്ല. ഓക്കെ, നമ്മൾ സ്പെസിഫിക് ആയ മെഡിസിൻസ് ഒന്നുമല്ല. ഇത് കറക്റ്റ് ഇൻഡിക്കേറ്റഡ് മെഡിസിൻ. ബിഹൈൻഡ് ദ ഇയർ സ്കാൽപ്പില് ഇഫ് യു ഗെറ്റ് അലോങ് വിത്ത് ദ എക്സിമ ഓഫ് ദ സ്കാൽപ്പ്, ഇഫ് യു ഗെറ്റ് എ നോഡ്യൂൾസ് അല്ലെങ്കിൽ ലിംഫ് നോഡ്സ് എൻലാർജ്ഡ് ആണെങ്കിൽ അങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് സ്ക്രോഫുലേറിയ നോഡ്യൂസ ഈസ് വൺ ഓഫ് ദ ഫസ്റ്റ് ലൈൻ മെഡിസിൻ. ഓക്കെ, പിന്നെ ഏത് സ്കിൻ കംപ്ലൈന്റ് ആണെങ്കിലും 99% ഓഫ് എന്റെ പ്രിസ്ക്രിപ്ഷൻസിൽ ഗ്രാഫൈറ്റിസ് 30.
ഗ്രാഫൈറ്റിസ് സ്കിൻ കംപ്ലൈന്റ് വന്ന് എന്റെ ക്ലിനിക്കിൽ ഗ്രാഫൈറ്റിസ് 30 ഇല്ലെങ്കിൽ എന്റെ കൈവിറക്കും. ഞാനത് ഓപ്പൺ ആയിട്ട് പറയാം. ഗ്രാഫൈറ്റിസ് 30 കൊടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ട കേസ് മരുന്നുകളാണെന്നൊക്കെ പറയും. പക്ഷെ ഗ്രാഫൈറ്റിസ് 30 എന്ന് പറയുന്ന സാധനം ഞാൻ ഫ്രീക്വന്റ് ആയിട്ട്, ഈവൻ അരമണിക്കൂർ വരെ ഫ്രീക്വന്റ് ആയിട്ട് കൊടുത്ത കേസുകൾ ഇഷ്ടം പോലെയുണ്ട്. അത് സീനിയേഴ്സ് ഒക്കെ പലരും എന്നെ പറയും അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷെ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് ഇന്നേ വരെ 10-30 കൊല്ലമായി ഞാൻ പ്രാക്ടീസ് ചെയ്യണത്, ഇന്നേ വരെ ഗ്രാഫൈറ്റിസ് 30 കൊടുത്തിട്ട് ഒരു കേസും കൊളമായിട്ടില്ല. പക്ഷെ ആ സമയം ഗ്രാഫൈറ്റിസ് 200 ഒരു ഡേസ് കൊടുത്ത 1-2 കേസുകൾ കാല് ശരിക്ക് കുളമായിട്ട്. അപ്പൊ 30-200 പോവാൻ ഞാൻ വളരെ ശ്രദ്ധിച്ചിട്ടേ പോകുള്ളൂ. പക്ഷെ 30 ഇറ്റ്സ് ലൈക്ക് എ കേക്ക് വാക്ക് എന്ന് പറയാം. നമുക്ക് കൊടുത്താൽ അത് അച്ചട്ടായിട്ട് റിസൾട്ട് കിട്ടിയിരിക്കും. നീ ഫ്രീക്വന്റ് ആയിട്ട് കൊടുത്താലും, ഒരു ഡോസ് ആയിട്ട് കൊടുത്താലും, QDS ആയിട്ട് കൊടുത്താലും, ഹാഫ് ആൻ അവർലി 1 അവർലി കൊടുത്താലും, ഗ്രാഫൈറ്റിസ് 30ക്ക് ഇന്നേ വരെ അഗ്രവേഷൻ എന്റെ ഈ 30 കൊല്ലത്തെ എക്സ്പീരിയൻസിൽ ഓൾമോസ്റ്റ് 29 വന്നിട്ടില്ല. ആകെ ഒരു കാര്യമാണ് നോക്കേണ്ടത്, അതിന്റെ ഡിസ്ചാർജ് സ്റ്റിക്കി ആണോ നോക്കുക. ഡിസ്ചാർജ് സ്റ്റിക്കി ആണെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട, കണ്ണടച്ചു കൊടുത്തോ. ഏത് എക്സിമ കേസ് ആണെങ്കിലും അതിന് അറ്റ്ലീസ്റ്റ് ഒരു 50% റിലീഫ് എങ്കിലും നിങ്ങൾക്ക് വിത്തിൻ 1 വീക്ക് or 10 ഡേയ്സിൽ കിട്ടിയിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കൊക്കെ സമയം കിട്ടും, ഇതൊക്കെ ശരിയാണ്. പക്ഷെ മിക്കവാറും ഫസ്റ്റ് കേസുകളിൽ നമുക്കത് കുറച്ച് കൊടുത്തേ പറ്റും. ഇപ്പൊ സപ്രഷൻ ആണോ എന്ന് ചോദിച്ചാൽ അല്ല. ഇറ്റ് ഈസ് ഓൺ ഇൻഡിക്കേറ്റഡ് സൈൻ ആൻഡ് സിംറ്റം PQRS ആയിട്ട്, അല്ലെങ്കിൽ അതിന്റെ സ്റ്റിക്കി ഡിസ്ചാർജ് നോക്കി കൊടുക്കുന്നതാണ്. അപ്പൊ അത് സപ്രഷനിലോട്ട് പോവില്ല, 100% സപ്രഷനിലോട്ട് പോവില്ല, മെഡിസിനൽ അഗ്രവേഷൻസിലോട്ടും പോവില്ല. ഇതാണ് എന്റെ എക്സ്പീരിയൻസ്. പീപ്പിൾ ക്യാൻ ഡിഫർ, പക്ഷെ എന്റെ എക്സ്പീരിയൻസിൽ ഞാൻ പറയുന്ന കേസ് ഇതാണ് പറയുന്നത്. പിന്നെ നമുക്ക് സാധാരണ കിട്ടുന്നതാണ് നമ്മുടെ കാര എന്ന് പറയും, കൈയിന്റെ ഇവിടെയൊക്കെ കാരായിട്ട് ഇങ്ങനെ ചെറിയ 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 റൈനോസ്പേറ എന്ന് പറയും. നമ്മൾ കുത്തു പോലെ കൈയിന്റെ ഇവിടെയൊക്കെ തടിച്ച് ഒരു കാര നമ്മളെ റഫ് പാച്ച് ആയിട്ട് വരും. ഇതൊക്കെ സിമ്പിൾ ആയിട്ട് നമ്മുടെ ക്ലിനിക്കിൽ എപ്പോഴും വരുന്ന കേസുകളാണ്. ആന്റിം ക്രൂഡ് കഴിഞ്ഞിട്ട് അതിന് സ്പെസിഫിക് ആയിട്ടുള്ള മെഡിസിനേ ഉള്ളൂ എന്നുള്ളതാണ് എൻ്റെ എക്സ്പീരിയൻസിൽ. ആന്റിം ക്രൂഡ്, അതുപോലെ നമുക്ക് സൈലീഷ്യ നല്ലതാണ്. പിന്നെ ഇത് തൈറോയിഡിനാണ് റഫ് പാച്ചസ് വരുന്നത്. പക്ഷെ ആന്റിം ക്രൂഡ് കൊടുത്ത് നമ്മളുടെ കാലണ്ടറിൽ അല്ലെങ്കിൽ സോഫ്റ്റ് ചെയ്യാൻ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അത് ഒരു കുറച്ച് ദിവസം കൊണ്ട് തന്നെ മാറിപ്പോകുന്നുണ്ട്. ഓക്കെ, മിക്കവാറും നിങ്ങളുടെ എല്ലാ ക്ലിനിക്കും കൈയിന്റെ മുട്ട്, കാലിന്റെ മുട്ടിലാണ് ഇത് കൂടുതൽ കാണുക. 90% അവിടെ തന്നെ കാണുക. കാര എന്ന് പറയും മലയാളത്തില്. ഓക്കെ, അത് ഫേസിൽ വരൂ? ഫേസിൽ സാധാരണ കണ്ടിട്ടില്ല, ഉണ്ടാവണ്ട. അപ്പൊ ഫേസിൽ വരുമ്പോ സാധനം ഫ്രെക്കിൾസ് ആയി മാറി. ഓക്കെ, അത് നമ്മൾ പറയും വൈറ്റ് ഹെഡ്സ് ആയിരിക്കും. ഇതിൽ ഒന്നും വരൂല. ഇവിടുന്ന് നമ്മൾ എന്ത് കുത്തി നോക്കിയാലും ഇവിടുന്ന് ഒന്നും വരൂല. അതൊരു ജസ്റ്റ് ഒരു ഇറപ്ഷൻ പോലെ ഇങ്ങനെ നിൽക്കും, സ്പോട്സ് പോലെ. അത് 30 പൊട്ടൻസി ആണോ? 30 പൊട്ടൻസി. തുജൻ വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ ആണ്. പക്ഷെ തുജനേക്കാളും കൂടുതൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ആന്റിം ക്രൂഡ് ആണ്. അത് ഡോക്ടർ പ്രസാദ് പറഞ്ഞിട്ടുള്ള പ്രാവശ്യം ഇതുപോലെ ഞാൻ കൊടുത്തിട്ടുള്ളതാണ്. പക്ഷെ അത് പിന്നെ നമ്മൾ സീനിയേഴ്സിന്റെ അടുത്ത് ഒരു പ്രാവശ്യം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളത് ചില കേസുകൾ ഇസ്മായിൽ സേട്ട് ഡോക്ടർ പറഞ്ഞ പോലെ ഫോസ്ഫറസ് 30 വൈറൽ ഫീവറിന് കണ്ണടച്ച് കൊടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഇന്നേ വരെ അച്ചട്ടായിട്ട് ഞാൻ ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു റിസൾട്ടും ഒരു പ്രശ്നവും ഇന്നേ വരെ വന്നിട്ടില്ല. അതുപോലെ തന്നെ ഇത് ഈ ഒരു ഇങ്ങനെ ഒരു ഇത് ബാക്കി മെഡിസിൻസ് ഇല്ല എന്നല്ല ഞാൻ പറയണത്. ബാക്കി മെഡിസിൻസ് ഒക്കെ ഉണ്ട്. നമ്മൾ റെപ്പർട്ടറി ഒക്കെ എടുത്ത് നോക്കിയാൽ കുറെ മെഡിസിൻസ് ഒക്കെ ഉണ്ടാവും. പക്ഷെ നമ്മളുടെ ഒരു എക്സ്പീരിയൻസിൽ ഇത്രയും എക്സ്പീരിയൻസിൽ ഞാൻ പറയുന്നതാണ്, അത് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ ആണ്. തൈറോയിഡിനും 30 ആണോ? തൈറോയിഡിനും 30 നല്ലതാണ്. തൈറോയിഡിനും 30യുടെ വേറൊരു ഇൻഡിക്കേഷൻസ് ഞാൻ പറയാന്ന് വെച്ചാൽ, നമ്മുടെ കാലിലൊക്കെ ഈ ഭയങ്കര കട്ടിയായിട്ട്, കാലിന്റെ സ്കിന്നൊക്കെ കട്ടിയായിട്ടിരിക്കും. എസ്പെഷ്യലി ഷിന്റെ അവിടെയൊക്കെ, ആങ്കിളിന്റെ ഷിന്നിന്റെ അവിടെയൊക്കെ ചിലപ്പോൾ ഗജചർമ്മം എന്ന് പറയും. ഇതൊക്കെ ഓർമ്മയിൽ വരണം വെച്ചാൽ നമ്മൾ ഈ ബുക്ക് നോക്കി ഒരു പ്രാവശ്യം പ്രിസ്ക്രൈബ് ചെയ്തിട്ട് ഓരോ ഇൻസിഡൻസ് നമ്മുടെ മനസ്സിലിരിക്കും.
ഈ ഒരു കേസിന് എൻ്റെ അടുത്ത് തൈറോയിഡിന് ഇല്ലാതെ ഞാൻ പ്രിസ്ക്രൈബ് ചെയ്തിട്ട് നമ്മളുടെ ഒരു ഫാർമസി പോയപ്പോൾ അവര് ഇതൊക്കെ എന്തിനാ കൊടുക്കുന്നത്, തൈറോയിഡിനും തൈറോയിഡ് കംപ്ലൈന്റ് മാത്രം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് വിട്ടതാണ്. അപ്പൊ ആ പേഷ്യന്റ് എൻ്റെ അടുത്ത് തിരിച്ചു വന്നിട്ട് ഞാൻ ആ ഡോക്ടറെയും ആ ഫാർമസിക്കാരെയൊക്കെ അത്യാവശ്യത്തിനൊന്ന് പെരുമാറി ചീത്ത പറഞ്ഞ കേസ് കേട്ടാണ്. കാരണം ഫാർമസിക്കാരുടെ പണി നമ്മൾ കൊടുക്കുന്ന മരുന്ന് എടുത്തു കൊടുക്കുക എന്നുള്ളതാണ്. പേഷ്യന്റിനെ ഒരു പറഞ്ഞു സംശയം ചോദിച്ചിട്ടുള്ളതേ, ഈ കട്ടി, സ്കിന്നിനെ കട്ടി എന്ന് പറയുന്നത് എന്തോ ഈ തഴമ്പെന്ന് പറയുന്ന സാധനമാണോ? അല്ല 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 അല്ല, തഴമ്പല്ല. ദിസ് ഇസ് എ തിക് സ്കിൻ എന്ന് പറയും. നമ്മൾ എലിഫന്റിയാസിസ് എന്നൊക്കെ തൈറോയിഡിന് എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ കാണും എലിഫന്റിയാസിന്റെ അത്ര തിക്നെസ് ഉണ്ടാവും. കറക്റ്റ് വേർഡാണ്. നിങ്ങൾ ബോറിക്ക് വെറുതെ ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. തൈറോയിഡ് അതായത് അത് ഉണ്ടാവുന്നത് കാലിന്റെ മുട്ടിന്റെ താഴെയും ഷിന്നിന്റെ പകുതിയിലും ആങ്കിളിന്റെ ഇടയിലായിരിക്കും മിക്കവാറും മാസം അത് കാണുക. അത്രയ്ക്കും സ്പ്രെഡ് ആയിട്ടുണ്ടാവും. തിക്കായിരിക്കും, നല്ല തിക്ക്. നമ്മുടെ സ്കിന്നൊക്കെ ശരിക്കും ഭയങ്കര കട്ടിയായിരിക്കും. നമ്മൾ മലയാളത്തിൽ ഗജകർമ്മം എന്ന് പറയും, ചർമ്മം എന്ന് പറയും. ബോറിക്കിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഫോട്ടോസും വേണമെങ്കിൽ ഞാൻ ഇട്ട് തരാം. കാരണം ഇപ്പൊ ഇതിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാനത് പിന്നെ ഒരു ദിവസം എപ്പോഴെങ്കിലും ആർക്കെങ്കിലും ഒന്ന് ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിന്റെ ഫോട്ടോസ് ഇട്ട് തരാം. കറക്റ്റ് തഴമ്പല്ല. തഴമ്പ് കോണിലോട്ടും ഇതിലോട്ട് പോകും. അത് ഇതിന്റെ ഒരു ചെറിയ രൂപം. അതിന്റെ വ്യത്യാസം ഉണ്ടല്ലോ സർ. ഇതല്ല, ഇതൊരു സ്കിൻ കംപ്ലൈന്റ് തന്നെയാണ്. അതിന് ഇംഗ്ലീഷിൽ ഇതുവരെ എനിക്ക് കറക്റ്റ് വേർഡിങ് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോ പറയാത്തത്. പക്ഷെ മലയാളത്തിൽ തന്നെ പറയണത് ഗജചർമ്മം എന്ന് തന്നെ പറയാറ്. നമ്മുടെ ബോറിക്കില് ഇറ്റാലിക്സില് തൈറോയിഡിന്റെ സ്കിന്നില് ഇറ്റാലിക്സിൽ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റാലിക്സ് ആയിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. ഓക്കെ. അതുപോലെ വരുന്നതാണ് ഈ റെസ് വെനറൻസിസ്. ഓക്കെ. റെസ് വെനറൻസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഏത് സ്കിൻ കംപ്ലൈന്റ് ആണെങ്കിലും അത് നല്ല റെഡ് ആയിരിക്കും. ഓക്കെ. നല്ല പുടുത്ത് റെഡ് കളറായിരിക്കും. കാരണം ഞാൻ പറയാൻ വെച്ചാൽ എനിക്കൊരു സോറിയാസിസ് കേസ് ഉണ്ടായിരുന്നു. വേറെ സിംറ്റംസ് ഒന്നുമില്ല, ആ എഫക്റ്റഡ് പാർട്ട് റെഡ് ആയിരുന്നു. ഞാൻ അങ്ങനെ തപ്പി അവസാനം ഈ ഒരു സാധനത്തിൽ വന്നു. പക്ഷെ മിക്കവാറും പിന്നെ നമ്മള് ഇൻട്രോസ്പെക്ട് ചെയ്യുമ്പോഴും അല്ലാതെ ഇനി വരുന്ന കേസുകളിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ ചില സ്പോട്സ് റെഡ് ആയിട്ട് കാണും. നമ്മളൊക്കെ ആപ്പിളിന്റെ റെഡ്നെസ് അതുപോലെ നല്ല റെഡ് പെയിന്റ് അടിച്ചാൽ എങ്ങനെ ഇരിക്കും, അതുപോലെ റെഡ്, അത്രയ്ക്കും റെഡ് ആയിരിക്കും. അതാണ് ഈ റെസ് വെനറൻസ്. റെസ്റ്റോക്സിന്റെ ഒക്കെ വരുമ്പോൾ സെല്ലുലൈറ്റിസും ബാക്കി കാര്യങ്ങളിലാണ് റെസ്റ്റോക്സ് കൂടുതൽ. ഇങ്ങനെയുള്ള കേസുകളിൽ റെസിന്റെ അടുത്ത വേർഷനിലാണ്, റെസ് ഫാമിലി തന്നെ വരുന്നതാണ് ഈ മെഡിസിൻസ്. ഡാർക്ക് റെഡ് ആയിരിക്കും. അതുപോലെ നമ്മുടെ ക്ലിനിക്കിലൊക്കെ വരുന്നത് ഈ ജോയിന്റ്സ്, കുട്ടികളൊക്കെ വരുന്നത് കൈമടക്കില്, കാലിന്റെ മുട്ടിന്റെ മടക്കില്, ഇതിലൊക്കെ വരുന്ന എക്സിമ വരും. അതിന്റെ ഓൾമോസ്റ്റ് സ്പെസിഫിക് ആയിട്ട് ഇൻഡിക്കേറ്റഡ് ആയിട്ട് വരുന്ന 2 മെഡിസിൻ ആണ്. ഒന്ന് നാട്രമ്യൂറും, രണ്ടാമത്തത് മാൻസിനല്ല 30 എന്ന് പറഞ്ഞ മെഡിസിൻസ്. ഓൾമോസ്റ്റ് അതായത് അതാണ് അതിന്റെ സ്പിയർ ഓഫ് ആക്ഷനും, അതാണ് അതിന്റെ ലൊക്കേഷനും, അതാണ് അതിന്റെ ഇൻഡിക്കേഷനും. നാട്രമ്യൂറിന്റെ സ്കിന്നിന്റെ ജോയിന്റ്സിൽ, എല്ലാ മടക്കുകളിലും ഫോൾഡ്സിൽ വരണത്. ഓക്കെ. അതാണ് ഇത്. അതിന് വലിയ ചൊറിച്ചിലൊക്കെ ഉണ്ടാവും, അല്ലാതെ പസ്സും അതൊന്നും ഉണ്ടാവില്ല. സാധാരണ ഡ്രൈ എക്സിമ ആയിരിക്കും. അത് കൊടുക്കുക. പിന്നെ നമ്മളുടെ അടുത്ത് വേറൊരു സാധാരണ പറഞ്ഞാണ്, ഇപ്പൊ കുറെ കേസ് ആയിട്ട് വരുന്നുണ്ട്. വയസ്സൊക്കെ ആകുമ്പോൾ നമുക്കൊരു വീക്ക്നെസ്, എന്താണെന്നറിയില്ല, ജസ്റ്റ് ഒരു വീക്ക്നെസ് ഒക്കെ ആയിട്ട് നമ്മുടെ ക്ലിനിക്കുകളിൽ കയറി വരും. ഓക്കെ. ന്യൂട്രീഷൻ, ഓൾഡ് ഏജ്, ക്രോട്ടാലസ് ഹോറിഡസ് നമ്മൾ എന്തിനാ കൊടുക്കുന്നത്? ഡെങ്കു, ഫീവർ, പ്ലേറ്റ്ലെറ്റ് കുറയണ, അത് കുറയണ, ഇത് കുറയണ, കോവിഡ്, ഹെമറേജ്. പക്ഷെ ഇങ്ങനെ ഒരു സിംറ്റംസ് ഉണ്ടാവും വിത്തൗട്ട് എനി കോസ്. ഒരു വീക്ക്നെസ് ഉണ്ടെങ്കിൽ നമ്മൾ സാധാരണ ചൈനയും ഇതിലൊക്കെ നിൽക്കും. അങ്ങനെ നിൽക്കാത്ത കേസ് ഉണ്ടെങ്കിൽ യു കെൻ തിങ്ക് അബൌട്ട് ദിസ് മെഡിസിൻസ്. ഓക്കെ. പിന്നെ ക്രോണിക് എക്സിമ വേറൊരു ഓൾമോസ്റ്റ്. ഇതൊക്കെ നമ്മൾ വെറുതെ പറയണതല്ല.
ഈ നമ്മൾ പറയുമ്പോ ബോറിക് എന്നൊരു പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, നമ്മളത് മിക്കവാറും പറയും അതൊരു ജസ്റ്റ് ഒരു വെറുതെ അവിടെ എവിടെയൊക്കെ കുറെ മെഡിസിൻ എഴുതിയാണ് സ്പെസിഫിക് എന്ന് പറയുന്നത്. ചില മെഡിസിൻസ് നല്ല ചിലപ്പോൾ ഒരു അര വരി ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഒരു വരി ഉണ്ടാവുള്ളൂ, ഒരു ഇറ്റാലിക്സിൽ ഉണ്ടാവുള്ളൂ, ഒരു ലൈൻ ഇറ്റാലിക്സിലായിരിക്കും. ആ ഇറ്റാലിക്സിന് അത്രയും ഇമ്പോർട്ടൻസ് നമ്മളുടെ പ്രിസ്ക്രിപ്ഷൻസിലുണ്ട്. ക്രോണിക് എക്സിമ, മെങ്കാനം അസറ്റിക്കം, വേറെ ഒന്നും എഴുതിയിട്ടില്ല അതിൽ. ആ ഒരൊറ്റ വരി കൊണ്ട് എത്രയോ എക്സിമ കേസുകൾ നമ്മൾ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. ആകെ ഒരു 2 വാക്കേ ഉള്ളൂ ഇറ്റാലിക്സിൽ, മെങ്കാനം അസറ്റിക്കം സ്കിന്നിൽ 2 വരി ക്രോണിക് എക്സിമ. നമ്മൾ ഒരിക്കലും ഇമ്പോർട്ടൻസ് കൊടുക്കില്ല, വെറുതെ ഒരു ഇറ്റാലിക്സിൽ ഒരു 2 വരി, അതിന്റെ എക്സ്പ്ലനേഷൻസും ബാക്കി കാര്യങ്ങളും ഒന്നുമില്ല. ചില കേസുകളിൽ നമ്മൾ ക്യാമ്പിലൊക്കെയാണ് നമ്മൾ ഇതൊക്കെ ഉപയോഗിച്ച് നോക്കുക. ഇത് ഉപയോഗിച്ച് നോക്കിയിട്ട് നമുക്ക് റിസൾട്ട് കിട്ടും. നമ്മൾ ഒന്നില്ലെങ്കിൽ സീനിയേഴ്സിന്റെ അടുത്ത് പറയും, ജയറാം സാറൊക്കെ ഞങ്ങളെ ഇങ്ങനെ സഹായിച്ചത് ഇങ്ങനെയൊക്കെയാണ് സാറേ, അതൊരെണ്ണം കൊടുത്തിട്ടുണ്ട് സാർ, അതിന്റെ റിസൾട്ട് കുഴപ്പമില്ല എന്ന് തോന്നണം. അല്ലെങ്കിൽ 2 പ്രാവശ്യം 2 പേഷ്യന്റിന് കൊടുത്ത് 3 പേഷ്യന്റ്, അതിലും കൂടുതലൊന്നും നമുക്ക് അന്നൊന്നും പേഷ്യൻസ് ഇല്ല. 10-20 കൊല്ലം മുമ്പത്തെ കാര്യമാണ് ഈ പറയണത്. ആ നോക്കട്ടെടാ സാധത്തെ, നമുക്ക് നോക്കാം. ഇതാണ് ജയറാം സാർ ഒറ്റ വാക്കാ പറയാം, നോക്കട്ടെ സാധത്തെ ഞാൻ പറയാന്ന് പറയും. ജയറാം സാറിന്റെ കൂടെ ഒക്കെ ഇങ്ങനെയാണ് ഞങ്ങളൊക്കെ വളർന്നു വന്നത്. അത് കൊടുക്കും സാറ്, കൊടുത്തിട്ട് അത് 1-2 കേസല്ല, അതിങ്ങനെ 2 ആഴ്ച 3 ആഴ്ച പറഞ്ഞ എല്ലാ പേഷ്യൻസിനും സാറ് പിന്നെ ഇതേ കൊടുക്കുള്ളൂ. നമ്മൾ പറഞ്ഞത് കറക്റ്റ് ആണോ എന്ന് ക്ലിനിക്കലി വെരിഫൈ ചെയ്തിട്ട് 2 ആഴ്ച കഴിഞ്ഞ് നമ്മളൊക്കെ വിചാരിക്കും ജയറാം സാറ് നമ്മുടെ വാക്ക് എന്തെങ്കിലും കേൾക്കുവോ, അല്ലെങ്കിൽ ഇത്രയും 10, 300, 400 പേഷ്യൻസ് ഒരു ദിവസം കിട്ടുന്ന ആളൊക്കെ നമ്മളെ ഓർക്കും എന്നുള്ളതാണ്. 2 ആഴ്ച കഴിഞ്ഞാൽ ജയറാം സാറിന്റെ കോൾ വരും, സാധത്തെ ഞാൻ അത് കൊടുത്തു, അതിന് റിസൾട്ട് ഉണ്ട്, പക്ഷെ ഇത്ര പേഷ്യന്റിന് റിസൾട്ട് കിട്ടിയിട്ടുള്ളൂ, ഇത്ര തന്നെ റിസൾട്ട് കിട്ടിയിട്ടുള്ളൂ. ചില കേസുകൾ സാറ് പറയും, ഇത് നീ കണ്ണടച്ചു കൊടുത്തോ റിസൾട്ട് കിട്ടും ഇന്ന പൊട്ടൻസിയിൽ. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് കിട്ടുന്ന റിസൾട്ട്സിലും കൺഫർമേഷൻ ചെയ്യുന്ന കേസുകെട്ടാണ് മെങ്കാനം അസറ്റിക്ക. ഓക്കെ. പിന്നെ സാധാരണ കാണുന്ന കേസുകെട്ടാണ് ഹെയർ ഫോൾ ഞാൻ ഇഷ്ടംപോലെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അതിലോട്ട് പോകുന്നില്ല. ഇപ്പൊ കൂടുതലായിട്ട് കാണുന്ന കേസുകളാണ് ഈ കാർബങ്കൽ നിന്ന് ഡയബറ്റീസ് ഇഷ്ടം പോലെ കൂടി, സ്കിൻ കംപ്ലൈൻസ് വന്നു, മിക്കവാറും കഴുത്തിലൊക്കെ നല്ല ബോയിൽ വന്നു, അത് തുളഞ്ഞു പോയി. അങ്ങനെയൊക്കെ വരുന്ന കേസുകളിൽ ആന്ത്രാസിനം ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസ്. ഗൺ പൗഡർ. പിന്നെ ഉള്ളത് ഈ ഒരു മെഡിസിൻ ഉണ്ട്, സ്കോലോപെൻട്ര എന്ന് പറഞ്ഞിട്ട്. സ്കോലോപെൻട്ര. ഈ 3 മെഡിസിനിൽ മിക്കവാറും കാർബൺകൾ നിൽക്കും. അതിന്റെ കൂടെ നമ്മൾ ഷുഗർ ഹൈ ആണെങ്കിൽ ഷുഗർ കൺട്രോൾ ചെയ്യാനുള്ള മെഡിസിൻസ്, അല്ലെങ്കിൽ ഷുഗർ കൺട്രോൾ ചെയ്യാനുള്ള ഡയറ്റും മെഡിസിൻസ് കൊടുക്കാനാണെങ്കിൽ കൊടുക്കുക, എന്നിട്ട് ഈ മെഡിസിൻസ് കൊടുക്കുക. ഇപ്പൊ പറഞ്ഞ മെഡിസിൻ ഒന്ന് പറയൂ. സ്കോലോപെൻട്ര ഇതിലുണ്ട് മാഡം, സ്ക്രീൻഷോട്ടിലുണ്ട്, സ്കോലോപെൻട്ര. ഓക്കെ. 30 അല്ലെങ്കിൽ 6 ഇത് കിട്ടുള്ളൂ സാധാരണ ഇതില്, കാരണം എന്താ ആദ്യം ആരും എടുത്തു വെക്കാത്ത മെഡിസിനിലാണ്. അതൊക്കെ അന്ന് കിട്ടിയത് നമ്മൾ 100 ml. ഏത് മെഡിസിൻ നിങ്ങൾ വാങ്ങാൻ പോകുമ്പോൾ ഈ 1 gram 2 gram ഒന്നും വാങ്ങി വെക്കരുത്. എപ്പോ വാങ്ങുമ്പോഴും 100 ml, അതിന് വലിയ വിലയൊന്നുമില്ല, 70-100 രൂപയ്ക്കുള്ളിൽ നമ്മളുടെ റെയർ ആണെങ്കിലും 13 3x-ഉം 6x ഒക്കെ നമുക്ക് കിട്ടും. കിട്ടൂല എന്ന് ഉറപ്പുള്ളതാണെങ്കിൽ ചിലപ്പോൾ കിട്ടിയാൽ 1-2 ബോട്ടിൽ വാങ്ങി വെച്ചേക്കുക. ഞാനൊക്കെ ഫാർമസിയിൽ പറയാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അടുത്ത് പറയും ഇന്ന മെഡിസിൻ, അത് കിട്ടാനല്ല, ചിലപ്പോൾ ഒരു 10 കൊല്ലം മുമ്പ് വാങ്ങി വെച്ച സാധനമായിരിക്കും. ഒരാൾക്കോ സാധനം കൊടുക്കരുത്, അത് മാറ്റി വെച്ചോ, എപ്പോ വേണമെങ്കിൽ ഞാൻ വന്ന് എടുത്തോളാം എന്ന് പറയും. എത്ര ബോട്ടിൽ ഉണ്ടെന്നാ ചോദിക്കുക. അവര് പറയും ചിലപ്പോൾ സാറേ 1 ബോട്ടിൽ ഉണ്ട്, ചിലപ്പോൾ എടുത്തതായിരിക്കും, അല്ലെങ്കിൽ 1.5 ബോട്ടിൽ ഉണ്ട്. 1.5 ബോട്ടിൽ മാറ്റി വെച്ചേക്കുക, വേറെ ഒരു മനുഷ്യൻ വന്നാലും കൊടുക്കരുത്. ഞാനത് പോയിട്ട് പിറ്റേ ദിവസം വാങ്ങിയിട്ട് വരും. നമുക്ക് ഒന്നും വരില്ല, 70 രൂപ 100 രൂപ വേണം, അത് പോയാൽ പോട്ടെ എന്ന് വെക്കണം. നമ്മളുടെ ഫാർമസിയിൽ ഒരു മുതൽക്കൂട്ടായിരിക്കും, ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് മെഡിസിന്റെ ആവശ്യം വരും. ഓക്കെ. പിന്നെ കോണിന് സാധാരണ കോൺ പറയുമ്പോൾ ഈ ഒരു ഫോട്ടോ കാണിച്ചിട്ടില്ലെങ്കിൽ അത് എനിക്കൊരു നഷ്ടമാണ്.
ആ, ഇതൊക്കെയാണ് കോൺ എന്ന് പറയുന്നത്. ഇത് ഫസ്റ്റ് സ്റ്റേജ്, അടുത്തത് അതിന്റെ അപ്പുറത്ത്. ഓക്കെ, ഇതിലും വലിയ കൺവിൻസിങ് കോണിന് വേണ്ടല്ലോ. എല്ലാ കേസും മാറും എന്നല്ല പറയുന്നത്, പക്ഷെ 99% കേസുകൾ കോണ് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ആ കോണിന് നമ്മൾ ചെയ്യണം എന്താണെന്ന് വെച്ചാൽ ചില കോൺസ് സ്റ്റബേൺ കോൺസ് വരുമ്പോൾ ഈ സാലിസിലിക് ആസിഡ്, സാലിസിലിക്കം പൗഡർ കിട്ടും. നമ്മളുടെ മെഡിസിന്റെ കൂടെ എക്സ്റ്റേണൽ ആയിട്ട് സാലിസിലിക് പൗഡറും നമ്മൾ ഇത് ചെയ്തിട്ട് അതിൽ എക്സ്റ്റേണൽ ആയിട്ട് പറ്റാൻ പറയും. ആസിഡ് പിക്രിക്കം, ആന്റിം ക്രൂഡ്, സൾഫർ. പെയിൻഫുൾ കോൺ ആണെങ്കിൽ സൾഫറും ആന്റിം ക്രൂഡും ആസിഡ് പിക്രിക്കത്തിന് നല്ല റിസൾട്ടാണ് ഇതിന്. പിന്നെ എല്ലാം നമ്മൾ പറയും, തുജ പറയും, അത് ഇതൊക്കെ പറയും, എല്ലാ മെഡിസിൻസും ഉണ്ട്. കോണിന് പൊട്ടൻസി എല്ലാം ലോ പൊട്ടൻസി, എല്ലാം ലോ പൊട്ടൻസി. ഹൈ പൊട്ടൻസിയിലോട്ട് ചിലപ്പോൾ പോകും. നമ്മൾ ഹൈ പൊട്ടൻസി പോകുന്നത് എക്സ്ട്രീം ഹൈ ആണ്. ആന്റി ക്രൂഡ് ചിലപ്പോൾ ഇപ്പോഴൊക്കെ ഞാൻ കൊടുക്കാൻ തുടങ്ങിയിട്ട് ആന്റി ക്രൂഡ് 10 ml പോകും. പക്ഷെ അത് അത്രക്ക് ധൈര്യം ഉണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി. 30 ലോ. ഇപ്പോഴൊക്കെ ഞാൻ പറഞ്ഞ സ്റ്റാർട്ടിങ് തന്നെ 10 ml പോകും. പക്ഷെ അത് ഓവർ ദ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ആണ്. ഓക്കെ, അത് നമുക്ക് ഇങ്ങനത്തെ കേസുകളിൽ, കാരണം വെച്ച് കഴിഞ്ഞാല് 10 TDS ആണേ. അപ്പൊ ആ റിപ്പീറ്റേഷൻ ഫ്രീക്വന്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ആദ്യമൊക്കെ നല്ല പേടി. 10 ആണല്ലേ? 10 TDS QDS ഒക്കെയാണ്. അത് 3 weeks ഒക്കെ കൊടുക്കും. ഓക്കെ, അപ്പൊ അത് എന്തുകൊണ്ട് കൊടുക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഇതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഓവർ ദി ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് നമുക്ക് ചിലപ്പോൾ ഓവർ കോൺഫിഡന്റ് ആണോ കോൺഫിഡൻസ് ആണോ എന്ന് അറിയില്ല. അത് 1-2 പ്രാവശ്യം വെറുതെ നമ്മൾ റിസർച്ചിന് കൊടുക്കും, അത് പോയാൽ പോട്ടെ എന്ന് വെച്ച് കൊടുക്കും. പക്ഷെ അതിന്റെ റിസൾട്ട്, നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആ കേസ് ഇട്ട് വിടില്ല. അപ്പൊ അങ്ങനെ വരുന്ന എക്സ്പീരിയൻസ് ആണ് ഇതൊക്കെ. കൊടുക്കുന്നതിൽ ഒരു കുഴപ്പമില്ല, അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല. പക്ഷെ 10 റിപ്പീറ്റ് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ 10 റിപ്പീറ്റ് ചെയ്യരുതെന്ന് ഒരു ബുക്കിലും എഴുതി വെച്ചിട്ടില്ല. ഒരു ഓർഗനോണിലും ഇല്ല, ഒരു ബുക്കിലും ഇല്ല, ഒന്നിലും ഇല്ല. അപ്പോൾ റിപ്പീറ്റേഷൻസിലൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻസ് ഒക്കെ കുറച്ചൊക്കെ ഉപയോഗിക്കാം. നമ്മളുടെ സെൻസിറ്റീവിനെറ്റ് പേഷ്യന്റ് ഇത്, കാരണം കേസ് എടുക്കുന്നത് ഞാനും നിങ്ങളുമാണ്, മൂന്നാമതൊരാളല്ല. പൊട്ടൻസിയുടെ കാര്യത്തിൽ, മെഡിസിന്റെ കാര്യത്തിൽ ചിലപ്പോൾ മൂന്നാമതൊരാൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ കൂടുതൽ കൊടുത്ത എക്സ്പീരിയൻസ്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ 30 എന്ന് പറയുന്നത് എന്റെ എത്ര കൊല്ലത്തെ എക്സ്പീരിയൻസിലാണ് ഞാൻ ഈ പറഞ്ഞത് 30 is the right medicine for this എന്നുള്ളത്. ചിലപ്പോൾ അഗ്രവേഷൻസ് ഉണ്ടാക്കാം. അപ്പൊ അത് സേഫർ സൈഡിൽ കളിക്കാൻ. പക്ഷെ ചില സമയത്ത് നമ്മൾ ഇടയ്ക്കൊക്കെ ഒരു 6 അടിക്കണം, എന്നാലും അതിലൊരു രസമുള്ളൂ. അതായത് എപ്പോഴും നമ്മൾ മുട്ടി 1-2 ഒക്കെ കളിച്ചോണ്ടിരുന്നത് ശരിയാവില്ല. ഇടയ്ക്കൊരു 6 4 ഒക്കെ പോകണ്ടേ. അങ്ങനെ വന്നാലും നമുക്കൊരു എക്സ്പീരിയൻസ് വരുള്ളൂ, നമുക്കൊരു കോൺഫിഡൻസ് വരുള്ളൂ. പിന്നെ ബെഡ് സോർ ഇതൊക്കെ അറിയാം. മ്യൂറിയാറ്റിക് ആസിഡ് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ. മ്യൂറിയാറ്റിക് ആസിഡിന്റെ ഇൻഡിക്കേഷൻ എന്താന്ന് വെച്ചാൽ, നമ്മൾ മ്യൂറിയാറ്റിക് ആസിഡ് ഒന്നും കാലണ്ടറിൽ ഇച്ചിനീച്ച അതൊക്കെയാണ് നമ്മൾ സാധാരണ കൊടുക്കും. മ്യൂറിയാറ്റിക് ആസിഡിന്റെ ഇൻഡിക്കേഷൻ എന്ന് വെച്ചാൽ ഹൈലി സെൻസിറ്റീവ്. പിന്നെ ബെഡ് സോറിന് ഞാൻ മിക്കവാറും ഇപ്പൊ കൊടുക്കുന്നത് സൈലീഷ്യ 10 ആൻഡ് ഓൾ താങ്ക്സ് ടു ഡോക്ടർ ഇസ്മായിൽ സേഠ്. കാരണം എന്റെ റിലേറ്റീവിന് തന്നെ കൊടുത്തിട്ട് കണ്ട റിസൾട്ടിൻ്റെതാണ് ഞാൻ സൈലീഷ്യ 10 എസ്പെഷ്യലി സ്കിന്നൊക്കെ തിക്കാണെങ്കിൽ, അതായത് നമ്മുടെ അൾസറിന്റെ സൈഡ്സിലുള്ള സ്കിൻ തിക്കാണെങ്കിൽ സൈലീഷ്യ 10 1-2 ഡോസ് കൊടുത്തിട്ട് ബാക്കിയുള്ള ഇൻഡിക്കേറ്റഡ് മെഡിസിൻസിലോട്ട് ഞാൻ പോവാറുണ്ട്. ഓക്കെ, പിന്നെ കൊമഡോൺസ് നമ്മൾ പറയും, മുഖത്തൊക്കെ വരുന്ന കൊമഡോൺസ്, അതിന് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ. ഫസ്റ്റ് പ്രിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ബാക്കിയുള്ള പ്രിസ്ക്രിപ്ഷൻസ് ഫെയിൽ ആവുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ഒന്നും കിട്ടുന്നില്ല, യുജീന ജംബോസും സമ്പൽ എന്ന് പറഞ്ഞ മെഡിസിൻ ഉണ്ട് നമുക്ക്. ഓക്കെ, SUMBUL സമ്പൽ. യുജീന ജംബോലിസിന്റെ വേറൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കാലിന്റെ സോള്, ഫീറ്റിന്റെ അടിയിൽ അല്ലെങ്കിൽ കാലിന്റെ സോളിൽ നമുക്ക് ക്രാംസ് വന്നു തുടങ്ങും. ചില കേസ് നമ്മൾ ക്രാംസ് തുടങ്ങുന്നത് കാലിന്റെ സോളിന്റെ അടിയിലായിരിക്കും, അല്ലെങ്കിൽ വിരലിന്റെ അവിടെ നിന്ന്, വിരലിന്റെ അടിയിൽ നിന്ന് തുടങ്ങും,
എന്നിട്ട് അത് കയറി വരും. അപ്പൊ അതിന്റെ തുടക്കം വിരലിന്റെ അടിയിലാണെന്നുണ്ടെങ്കിൽ യൂജീന ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ ഫോർ ദാറ്റ് ക്രാമ്പ്. ബാക്കിയുള്ളതൊക്കെ നമുക്ക് കുപ്രമെട്ടും അതും ഇതൊക്കെ നമ്മൾ പറയും, കുറെ ക്രാമ്പ് മെഡിസിൻസ് ഉണ്ട്. പക്ഷെ കൊമഡോൺസിനും യൂജീന ജംബോസും നല്ല മെഡിസിൻ ആണ്. ഈ കൊമഡോൺസ് എന്താണെന്നൊന്ന്. കൊമഡോൺസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖത്തൊക്കെ വരൂലേ, നമ്മൾ അമർത്തുമ്പോൾ അതിന്റെ ഉള്ളിൽ നിന്ന് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ആയിട്ട് വരും. അതുപോലെ പസ് വരും, വെറുതെ ഇങ്ങനെ പസ് വന്നു ഒക്കെ, ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല, പിമ്പിൾ ഒന്നും ആയിരിക്കില്ല, വെറുതെ വന്നിട്ട് ഇങ്ങനെ കോയിൽ പോലെ ഇങ്ങനെ 2-3 വരും. നമ്മളത് പ്രസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ബ്ലാക്ക് ഹെഡ് ആയിരിക്കും, ചിലപ്പോൾ തെറിച്ചു വരും. അങ്ങനെയുള്ള കേസുകളിൽ യൂജീന, അല്ലാതെ യൂജീന is one of the best medicine for acne. Okay. പിന്നെ എക്സിമ, റസ് വെനറൻസിസ്, ക്ലമാറ്റിസ്. ക്ലമാറ്റിസ് is one of the best medicine. ക്ലമാറ്റിസ് നമ്മൾ കൊടുക്കുന്നത് സ്കിൻ കംപ്ലൈൻസിനും സെക്ഷൽ ഡിസോർഡേഴ്സിനും ഇതിനൊക്കെ കൊടുക്കുന്ന പോലെ എക്സിമയ്ക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസ് ആണ്. ഓക്കെ. ക്ലമാറ്റിസ് വേറെ കൊടുക്കുന്നത് എന്തിനാ? മിക്കവാറും കൊടുക്കുന്നത് സെക്ഷൽ ഡിസോർഡേഴ്സിന് ഞാൻ ക്ലമാറ്റിസ് കൊടുക്കാറുണ്ട്. എനിത്തിങ് റിലേറ്റഡ് ടു സ്ക്രോട്ടം ഞാൻ കൊടുക്കാറുണ്ട്. മെങ്കാനം അസറ്റിക്ക ഞാൻ നേരത്തെ പറഞ്ഞു. പിന്നെ വൺ ഓഫ് ദ മെഡിസിൻസ് ഞാൻ വിട്ടുപോയത് എത്യോബ്സ് ഉണ്ട്. ഓക്കെ, അതും വൺ ഓഫ് ദ മെഡിസിൻ ആണ്. പിന്നെ ബിഹൈൻഡ് ദ ഇയർ ഞാൻ നേരത്തെ പറഞ്ഞു, ക്രൈസറോബിനും കൂടി നമുക്ക് ചിന്തിക്കാവുന്ന മെഡിസിൻസിൽ ഒന്നാണ്. ഓക്കെ. എക്സിമ ഓഫ് ദ ജോയിന്റ്സ് ഞാൻ പറഞ്ഞു, നാട്രമ്യൂറും എത്തൂസയും മാൻസിനല്ലേ. എക്സിമ ഓഫ് ദ സ്കാൽപ്പ്, സെലീനിയം നമ്മൾ സാധാരണ ചിന്തിക്കാത്തതാണ്, പക്ഷെ കൊടുത്ത് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതിന്റെ സക്സസ് സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ കേസിലും സെലീനിയം റെസ്പോൺസ് വരുന്നില്ല. ബട്ട് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസിൽ തന്നെയായിട്ട് കൂട്ടാം. 10 കേസിൽ ഒരു 3-4 കേസിലെങ്കിലും സെലീനിയം ഇൻഡിക്കേറ്റഡ് ആയിട്ട് വരാറുണ്ട്. അതിന്റെയും ഇതുപോലെയാണ്. സെലീനിയത്തിന്റെ ഇറപ്ഷൻസ് വരും, പക്ഷെ സെലീനിയത്തിന്റെ ഏറ്റവും കൂടുതൽ അതിന്റെ കൂടെ സ്കാൽപ്പിലൊക്കെ ആണെങ്കിൽ ഹെയർ ഫോളും കൂടി വരും. മെസേറിയം ഹെയർ സ്റ്റിക്കിനെസ് ആണ് വരിക, സെലീനിയത്തിന് ഹെയർ ഫോൾ ആണ് വരിക. ഓക്കെ, ഡിഫറൻസ് മൈന്യൂട്ട് ആണ്. ഹെയർ ഫോള് കൂടുതൽ വരുന്ന കേസുകളിൽ സെലീനിയം ഇൻഡിക്കേറ്റഡ് ആണ്. ഹെയർ ഒക്കെ സ്റ്റിക്കി ആയിട്ട് വരുന്ന കേസുകളിലും സ്കാബ് ഇറപ്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്ന കേസുകളിൽ മെസേറിയം നല്ലതാണ്. ഒലിയാൻഡറിന്റെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ എഡ്ജസ് ഓഫ് ദ സ്കാൽപ്പിലായിരിക്കും മിക്കവാറും ഈ സാധനം വരണം. ഓക്കെ. പിന്നെ പറഞ്ഞത് ഫിഷേഴ്സ്, ചാപ്സ്. ഓക്കെ. സരസപ്പെർല ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസ്. മെലാൻട്രിനം, നമ്മളുടെ മെലാൻട്രിനം കൊടുക്കുന്നത് ഏത് കേസിലാണ്? ചിക്കൻ പോക്സ് ഇല്ലേ? ചിക്കൻ പോക്സിന് മിക്കവാറും മെലാൻട്രിനം കൊടുക്കാറുണ്ട്. ക്യാൻസർ പ്രിവെൻഷൻ അങ്ങനെയുള്ള കേസുകളാണ് മെലാൻട്രിനം കൂടുതൽ നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ ഫിഷേഴ്സിലും അതായത് കൈയൊക്കെ മുറിഞ്ഞിരിക്കുന്നത് അങ്ങനെയുള്ളതല്ല. പിന്നെ ഗ്രാഫൈറ്റിസിന്റെ വൺ ഓഫ് ദ സിംറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കയ്യിന്റെ ഇവിടെ നാട്രമ്യൂറും ഗ്രാഫൈറ്റിസും വരണമെന്ന് വെച്ചാൽ കയ്യിന്റെ ഈ ഫിംഗേഴ്സിന്റെ അടുത്തൊക്കെ വരണ, കയ്യിന്റെ ഫിംഗേഴ്സ് ഈ ഇത്രയും ഭാഗം അവിടെയാണ് കൂടുതലും എക്സിമ. ആ സ്പെസിഫിക് ആയിട്ട് അവിടെ ഉണ്ടെങ്കിൽ അത് ഗ്രാഫൈറ്റിസ് ഇൻഡിക്കേറ്റഡ് ആണ്. പ്രൊവൈഡഡ് പെട്രോളിയം നല്ലൊരു മെഡിസിൻ ആണ്. പ്രൊവൈഡഡ് സ്റ്റിക്കിനെസ്, നിങ്ങൾ വെറുതെ കൈ അത് സ്റ്റിക്ക് നമ്മൾ കൈയിട്ട് തന്നെ നോക്കണം, ടച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് സെക്രീഷൻസ് അറിയാൻ പറ്റും. ഓക്കെ. പക്ഷെ അത് കൈയിട്ട് തൊട്ട് ഗ്ലൗസ് യൂസ് ഒന്നും ഉപയോഗിക്കരുത്, കൈ കൊണ്ട് തന്നെ ടച്ച് ചെയ്ത് നോക്കിയാലേ അതിന്റെ ഫീൽ എന്താണെന്നും അതിന്റെ കൺസിസ്റ്റൻസി എന്താണെന്നും നമുക്കറിയാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ ഉടനെ കൈ കഴുകിയേക്കണം, അല്ലെങ്കിൽ ഒരു പേഷ്യന്റ് എന്നെ തെറി പറഞ്ഞു പോയ പോലെയാവും. നമ്മളിതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ തൊട്ട് നോക്കിയിട്ട് പിന്നെ അടുത്ത മരുന്നിലേക്ക് എഴുതാൻ പോയപ്പോ ആ പേഷ്യന്റ് എന്നെ ചെയ്തത് ഡോക്ടർ എന്താ കാണിക്കണം എന്നും പറഞ്ഞ് എന്നെ കൊണ്ട് കൈ കഴുകിപ്പിച്ചിട്ടാണ് അടുത്ത പരിപാടി ചെയ്തത്. ഓക്കെ. അപ്പൊ അത് നമ്മളൊന്ന് ശ്രദ്ധിക്കുക. എക്സിമ ഓഫ് ദ സ്കാൽപ്പ് ഇതാണ്. എക്സിമ ആഫ്റ്റർ സീ ബാത്ത് ഓർ സോൾട്ട്. നമ്മൾ കുളിയൊക്കെ ബീച്ചിലൊക്കെ പോയിട്ട് ചിലപ്പോൾ സ്കിൻ റാഷസ് വരും. വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസ് നാട്രമ്യൂർ. സ്കിൻ അലർജി വരും ചിലർക്ക്. അത് എങ്ങനെ വരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ കുളിച്ചു കഴിഞ്ഞിട്ട് ഈ വെയിലടിക്കും. അപ്പൊ നാട്രം കാർബും വരുമ്പോൾ സീ ബാത്തും സോൾട്ടും ഇൻവോൾവ് ആയിട്ടുള്ളത് കൊണ്ട് നാട്രമ്യൂർ ആണ് കൂടുതൽ ഇൻവോൾവ്. അപ്പൊ ചിലപ്പോൾ റാഷസ് വരും, അത് പോവില്ല, പിന്നെ ചിലപ്പോൾ അത് വലിയൊരു എക്സിമേറ്റ് ഒക്കെ മാറും. ഓക്കെ.
ഹെർപ്പിസിന്റെ കാര്യം പറയുമ്പോഴാണ് എനിക്ക് ഇപ്പൊ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഒരു കേസ് കേട്ട് വന്നത്. അതൊന്നും മറക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. ഹെർപ്പിസ് ഒക്കെ നമുക്ക് ചികിത്സ ഉണ്ടോ എന്ന് ചോദിക്കുന്ന അവരുടെ മുഖത്ത് നോക്കി 2 എണ്ണം പറയാനുള്ള കേസ് കേട്ടാണ് ഞാൻ ഈ പറയുന്നത്. ഓക്കെ, ഒരു പേഷ്യന്റ് സൗദിയിൽ നിന്ന് തന്നെ വിളിച്ചു. ആ പേഷ്യന്റ് പറയണെന്ന് വെച്ചാൽ അവർക്ക് ജെനൈറ്റൽ ഹെർപ്പിസ് ആണ്. ഓക്കെ, അപ്പൊ അതിന്റെ ഹിസ്റ്ററി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അയാൾ ആ വ്യക്തിയുടെ കല്യാണം ഫിക്സ് ചെയ്ത അന്നാണ് ഹെർപ്പിസിന്റെ ഇറപ്ഷൻ തുടങ്ങുന്നത്. അതായത് പെന്നീസിലും സ്ക്രോട്ടത്തിലും തൈയിലൊക്കെ ഇറപ്ഷൻസ് തുടങ്ങും. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് എന്തുകൊണ്ട് വന്നു എന്നുള്ള ഹിസ്റ്ററി. അപ്പൊ ഇയാളുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഹെർപ്പിസ് വന്നു, ആദ്യത്തെ ദിവസം ഇറപ്ഷൻസ് വന്നു, 3-ാമത്തെ ദിവസം അയാള് അപ്പൊ കല്യാണം കഴിഞ്ഞ് രാവിലെ കെട്ട് കഴിഞ്ഞ് വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴാണ് ജെനൈറ്റൽ ഹെർപ്പിസ് വരുന്നത്, കാണുന്നത് 1-2 ബോയിൽ. അപ്പൊ അയാൾക്ക് ഇത് കണ്ടപ്പോ പൊങ്ങി വന്നപ്പോ പിന്നെ ഇത് ഇവരായിട്ട് ബന്ധപ്പെടാനും വൈഫായിട്ട് ബന്ധപ്പെടാനും ഒരു മടി. അങ്ങനെ അയാൾ പേടിച്ചിട്ട് ഇത് എന്താണെന്ന് അറിയാതെ ജെനൈറ്റലിൽ വന്നതുകൊണ്ട് അയാൾ പോയിട്ട് സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ കാണിച്ചപ്പോൾ 3-ാമത്തെ ദിവസം ഇത് കൺഫേംഡ് ആയി. ഓക്കെ, ഹെർപ്പിസ് ആണ്. അവർ HIV ചെക്ക് ചെയ്തപ്പോൾ നെഗറ്റീവ് ആണ്. പക്ഷെ അതിപ്പോ എത്ര ദിവസം കൊണ്ടായതുകൊണ്ട് ആണോ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നൊന്നും എനിക്കറിയില്ല. ഇയാൾ 21 ദിവസം ഭാര്യയായിട്ട് അല്ലെങ്കിൽ ന്യൂലി വെഡ് ബ്രൈഡായിട്ട് ഒരു തരത്തിലുള്ള ഫിസിക്കൽ കോണ്ടാക്ട്സ് ഇല്ലാതെ 21 ദിവസം എങ്ങനെയൊക്കെയോ കഴിച്ചു നോക്കി. അത് കഴിഞ്ഞിട്ട് അയാള് ഇവിടെ പോയി, എവിടെ സൗദിയിൽ പോയി. 6 മാസമായിട്ട് തിരിച്ചു വന്നിട്ടില്ല ഇതുവരെ. കാരണം എന്താ വെച്ചാല് അവിടെ ഫാമിലി വിസയൊക്കെ ഉണ്ട്, വൈഫിനെ കൊണ്ടുപോകാൻ പറ്റില്ല. കല്യാണം കഴിച്ചിട്ടുള്ളത് ഫാമിലി വിസയൊക്കെ ഉണ്ട്, വൈഫിനൊക്കെ കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞിട്ടാണ് കല്യാണം ഫിക്സ് ചെയ്തിട്ടുള്ളത്. 6 മാസമായിട്ട് കൊണ്ടുപോകാനും പറ്റില്ല, കാരണം പറയാനും പറ്റുന്നില്ല. ഇത് എങ്ങനെ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാല് കല്യാണം എൻഗേജ്മെന്റ് പീരീഡിൽ ബ്രേക്കപ്പിന് പോയതാ. ഇയാൾക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു. ബ്രേക്കപ്പിന് പോയപ്പോ ബ്രേക്കപ്പിന് കിട്ടിയ സമ്മാനമാണ് ഇത്. അയാളുടെ ജീവിതം കുളമായിട്ട് അലോപ്പതിക്കാർക്ക് കൈയൊഴിഞ്ഞു. കാരണം ഇത് വരാതിരിക്കാനുള്ള ഒരു മെഡിസിനൊന്നും അവരുടെ അടുത്തില്ല. വരുമ്പോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കുറയും, പിന്നെയും വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് അയാൾ എന്നെ വിളിക്കണത്. എവിടുന്നോ ഗൂഗിളിൽ നിന്ന് തപ്പിയെടുത്തിട്ട് വിളിച്ചതാണ് എന്നെ. ഇതിന് മരുന്നുണ്ടോന്ന് ചോദിച്ചിട്ട്. ഗൂഗിളിൽ പറയണത് ഇതിന് മരുന്നില്ല, ഹോമിയോപ്പതിയിൽ മരുന്നുണ്ട്. അപ്പൊ ആള് കയ്യും കാലും പിടിച്ച് എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് മരുന്നും കൊടുത്തിട്ട് ഇപ്പൊ 2 ആഴ്ച കൊടുത്തു വിട്ടിട്ടുണ്ട്, 1 ആഴ്ച. ഓക്കെ ഡോക്ടറെ, നമ്മളെ ശ്രദ്ധിക്കാതെ പോയി. ക്ലാസ് വളരെ ഇൻട്രസ്റ്റീവ് ആയിരുന്നു. സമയം അങ്ങ് പോയത് അറിഞ്ഞതേ ഇല്ല. കുഴപ്പമില്ല, നമുക്ക് നിർത്താം. അടുത്ത പരിപാടി അടുത്തതില് കണ്ടിന്യൂ ചെയ്യാം. മണി 10 ഹെർപ്പിസില് നമുക്ക് നിർത്തിയിട്ട് ഹെർപ്പിസിന്റെ ഫുൾ ഡീറ്റെയിൽസ് മൂലം അടുത്ത. അപ്പൊ തീർച്ചയായിട്ടും ഇതിന്റെ ഫോളോ അപ്പ് ക്ലാസ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എത്ര വേഗത്തിലാണ് സമയം പോയത്. വളരെ നല്ല ക്ലാസ്സും വളരെ ഇൻഫോർമേറ്റീവും ആയിരുന്നു. ഒരു ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരുപാട് സംശയം ചോദിക്കാൻ നമുക്ക് സമയമില്ല. ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ, ചോദിച്ചോളൂ. ജിബി, ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്തേ. ജിബി ഡോക്ടർ അൺമ്യൂട്ട് സംസാരിച്ചോളൂ. ഞാൻ ലൈക്കൻ പ്ലാനസിനെ പറ്റി ചോദിക്കാനാ. മൗത്തിലുള്ള ലൈക്കൻ പ്ലാനസ് ഇല്ലേ, അത് ഒരു പേഷ്യന്റിന് അങ്ങനെ കവിളില് റൗണ്ട് ആയിട്ട് കുറെ നാളായി, കുറച്ച് കുറഞ്ഞു, അങ്ങനെയൊക്കെ ഇരിക്കുന്നു. പക്ഷെ കംപ്ലീറ്റ് പോകുന്നില്ല. അതിന് നമുക്ക് എന്താ ചെയ്യാൻ പറ്റണേ? ലൈക്കൻ പ്ലാനസിന് ഫസ്റ്റ് മെഡിസിൻ പറഞ്ഞത് ഇത് പ്ലംബമെറ്റ്. ഓക്കെ. കോണ്ടുറാഗോ എന്നല്ല, ലൈക്കൻ പ്ലാനസ് മിക്കവാറും വരുമ്പോ ഇതിന്റെ എഡ്ജിനോട് അടുത്തിട്ടായിരിക്കും. ഓക്കെ. അപ്പൊ കോണ്ടുറാഗോ വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ ആണ്. പിന്നെ അതിന്റെ തിക്നെസ് നോക്കിക്കഴിഞ്ഞാൽ തുജ ഇസ് അനദർ മെഡിസിൻ. തിക്നെസ് ചിലപ്പോൾ പ്ലേക്ക് പോലെ ഉണ്ടാവും. ഓക്കെ, പ്ലംബമെറ്റ് ഫസ്റ്റ് മെഡിസിൻ, പിന്നെ കോണ്ടുറാഗോ അല്ലെ? കോണ്ടുറാഗോ. ഇതെല്ലാം പൊട്ടൻസി ഏതാ? പൊട്ടൻസി 30. സ്കിൻ ആകുമ്പോൾ നമ്മൾ ആദ്യം 30 വെച്ച് തുടങ്ങുക. പിന്നെ ഹൈഡ്രോക്കോട്ടയിലും തൈറോയിഡിനും വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ. കാരണം വെച്ചാൽ ലൈക്കൻ പ്ലാനസിന്റെ ഒന്ന് അതിന്റെ കോസ്, നമ്മൾ ഈ ലൈക്കൻ പ്ലാനസ് പ്രത്യേകിച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ കോൺസെൻട്രേറ്റ് ചെയ്യണം. പ്ലസ് മിക്കവാറും ഇത് ട്യൂബർക്കുലർ മയാസം അല്ലെങ്കിൽ സിഫിലിറ്റിക് മയാസത്തിൽ വരും. കാരണം വെച്ച് കഴിഞ്ഞാൽ
നമ്മളുടെ ഇത് തന്നെ ബോഡി തന്നെ പ്രശ്നങ്ങളാണ്. ഇമോഷണൽ ഡിസ്റ്റർബൻസ് ഇഷ്ടം പോലെ ഉണ്ടാവും. ആ പേഷ്യന്റെ അടുത്ത് നമ്മൾ ചോദിച്ചു തുടങ്ങി കഴിഞ്ഞാൽ ഇവർക്ക് ഇമോഷണൽ ഡിസ്റ്റർബൻസ് ഉണ്ടാവും. അപ്പൊ കേസ് നന്നായിട്ട് എടുക്കുക, കോൺസ്റ്റിറ്റ്യൂഷൻ കണ്ടുപിടിക്കുക. കോൺസ്റ്റിറ്റ്യൂഷനിലോട്ടും കൂടി പോയാലേ ലൈക്കൻ പ്ലാനറ്റ്സിന് പെർമനന്റ് ആയിട്ട് റിസൾട്ട് കിട്ടാൻ പറ്റുള്ളൂ. പിന്നെ ലൊക്കേഷൻ വെച്ചിട്ട് നമുക്ക് ഈ 2-3 മെഡിസിൻസിൽ കോണ്ടുറാഗോ മൗത്തിന്റെ അറ്റത്ത് നമ്മുടെ കോർണറിന്റെ അതിന്റെ അടുത്തൊക്കെ ആണെങ്കിൽ കോണ്ടുറാഗോ ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസ്. ഓക്കെ ഡോക്ടറെ, നമ്മളെ ഇസ്മായിൽ സേഠ് സാറുണ്ട്. താങ്ക് യു ഡോക്ടറെ, താങ്ക് യു വെരി മച്ച്. ഓക്കെ, സാറ് എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല, ഞാൻ ഒരു ക്ലാസ് എടുത്തോണ്ടിരിക്കുമ്പോഴേ അതിന്റെ ഒരു ഡിസ്റ്റർബൻസ് പറയാറില്ല. പണ്ടുപോലെ അങ്ങനെയാണ്. ഞങ്ങൾ ക്ലാസ് നന്നായിരുന്നു. ഒരു കാര്യം പറയാൻ മതി, ഒരു ക്ലാസ് നന്നായിരുന്നു. ഒരുപാട് മരുന്നുകളെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. എക്സലന്റ് പ്രസന്റേഷൻ ആയിരുന്നു. അത്രയും പറയാൻ പറ്റും കേട്ടോ. ഓക്കെ സാറേ. സാറിന് ഇന്നലെ സ്വാഗതമൊക്കെ പറഞ്ഞു, പക്ഷെ സാറിനെ കണ്ടില്ല. ഇന്നലെ ഞാന് കംപ്ലീറ്റ് യാത്രയായിരുന്നു. 3 കല്യാണമായിരുന്നു, 3 വിവാഹം. ഒന്ന് തലശ്ശേരി, ഒന്ന് കണ്ണൂർ, ഒന്ന് കാസർഗോഡിന്റെ അടുത്തായിട്ട്. 3 വർഷം പോയിട്ട് 3 മണിക്കൂർ തിരിച്ച് ഞാൻ പോയിട്ട് എത്തിയപ്പോൾ വെളുപ്പിന് 4 മണിയായി. എവിടെയും ഒരു 2 മിനിറ്റ് പോലും നിന്ന് സംഭവിക്കാൻ പറ്റില്ലായിരുന്നു. അതാണ് സോറി. ഓക്കെ സാറേ. എല്ലായിടത്തും സോറി പറയാട്ടോ, എല്ലായിടത്തും. സാറിനെ കണ്ടപ്പോ സാറിനോട് എന്തെങ്കിലും സംസാരിക്കണമെന്നുണ്ട്. സാറിനെ അൺമ്യൂട്ട് ചെയ്യാൻ നോക്കുമ്പോ പറ്റുന്നുമില്ല. എന്തെങ്കിലും സാറിനോട് പറയണമെന്നുണ്ട്, അതും പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് എന്തായാലും സാറ് ഇപ്പോഴാണ് ശരിയായത്. എന്റെ ഫോൺ നെറ്റിന്റെ കുഴപ്പമാണെന്ന് തോന്നുന്നത്. ഇപ്പോഴാണ് അൺമ്യൂട്ട് ആയി കിട്ടിയത്. ഓക്കെ കളിച്ച് പോക്കി. ഓക്കെ സാറേ. അപ്പൊ ഇന്ന് നമുക്ക് വളരെ നല്ലൊരു ക്ലാസ് ആണ് ദിവസമായിട്ട് നമുക്ക് കാഴ്ചവെച്ചത്. അപ്പോ ഡോക്ടർക്ക് നന്ദി പറയുന്നതിന് വേണ്ടി ഞാൻ ഡോക്ടർ ലതാ മനോഹരനെ ക്ഷണിക്കുന്നു. അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല അല്ലേ? അൺമ്യൂട്ട് ചെയ്ത ഡോക്ടറെ. അയ്യോ, ഒന്നൂടെ. ശരി. നമസ്കാരം ശൈല ഡോക്ടറെ. താങ്ക് യു. ഇസ്മായിൽ ഡോക്ടറെ കുറെ നാളായിട്ട് കാണാതിരുന്ന് കണ്ടപ്പോ ഭയങ്കര സന്തോഷം തോന്നുന്നു. ഡോക്ടറെ കാണാച്ചിട്ട് ഭയങ്കര മിസ്സിംഗ് ആണേ. ക്ലാസ്സും ഇല്ല, സാറിനെ കാണുന്നില്ല. ശരി ഡോക്ടറെ, ശരി. താങ്ക് യു ഡോക്ടറെ. പിന്നെ ശരി ഡോക്ടറെ, താങ്ക് യു. അപ്പം ഇന്നത്തെ ക്ലാസ് വളരെ ഗംഭീരമായ ക്ലാസ് ആയിരുന്നു. നമ്മള് സൗന്ദര്യ സംരക്ഷണം ഓർത്തോണ്ടാണ് ഇരുന്നത്. പക്ഷെ സാവിത്രി ഡോക്ടർ ഏറ്റവും നല്ല, വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒത്തിരി പോയിന്റ് നമുക്ക് ഇപ്പൊ മെഡിസിനും പറഞ്ഞു തന്നു. പോയിന്റ് വളരെ വിശദമായിട്ട് നമുക്ക് ക്ലാസ് എടുത്തു തന്നു. ഇതിന്റെ കുറെ ക്വസ്റ്റ്യന് ഞാനും ചോദിക്കാൻ റെഡി ആയിട്ടിരിക്കുകയായിരുന്നു. അടുത്ത ക്ലാസ്സിൽ ആ ക്വസ്റ്റ്യനൊക്കെ ചോദിക്കാം. എൻ്റെ പേരിലും IFPHന്റെ പേരിലും ഇവിടെ പങ്കെടുത്ത എല്ലാവരുടെയും പേരിൽ ഡോക്ടർക്ക് നന്ദിയും നമസ്കാരവും അറിയിക്കുന്നു. പിന്നെ ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും നന്ദിയും നമസ്കാരവും അറിയിക്കുന്നു, എൻ്റെ പേരിലും IFPHന്റെ പേരിലും. താങ്ക് യു വെരി മച്ച്. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. താങ്ക് യു IFPH. ഓക്കെ, നന്ദി ഡോക്ടർ ലതാ മനോഹരൻ. ഇനി ഒരു ക്ലാസ് കൂടെ കഴിയുന്ന താമസിക്കാതെ വെക്കണം കേട്ടോ. അപ്പോഴേ ലിങ്ക് കിട്ടുള്ളൂ. അപ്പോഴേ ലിങ്ക് കണ്ടിന്യൂഷൻ കിട്ടുള്ളൂ. കിട്ടില്ല. ഒരുപാട് താമസിക്കണ്ട. സംഘാടകരെ നോക്കുക, ശ്രദ്ധിക്കുക കേട്ടോ. അടുത്ത ക്ലാസ് വലിയ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ സാധനം വന്ന് സംസാരിക്കട്ടെ. ഒരു കണ്ടിന്യൂറ്റി കിട്ടും. ഓക്കെ. അപ്പോ വളരെ നല്ല ഒരു ക്ലാസ് ആയിരുന്നു ഇന്നത്തെ. എന്തായാലും ആ ക്ലാസ് ഒക്കെ കേട്ടപ്പോഴത്തേക്ക് നല്ലൊരു ആവേശം തോന്നി. സ്കിൻ കംപ്ലൈന്റ് ഒക്കെ നമുക്ക് നിസ്സാരമായിട്ട് ട്രീറ്റ് ചെയ്യാം എന്നുള്ള ഒരു കോൺഫിഡൻസ് ഒക്കെ തോന്നി. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. അപ്പൊ ഇനിയും ഡോക്ടറുടെ ക്ലാസ്സുകൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ടും ഇന്നത്തെ മലയാളം സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം. ഡോക്ടർ എന്താ കൈപ്പൊക്കി? കുഴപ്പമില്ല. താങ്ക് യു. ഓക്കെ, നന്ദി. ഡോക്ടറോടെ പോയി. അനിൽകുമാർ ഡോക്ടർ ഉണ്ടോ? ഇല്ല, പോയി.